വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. സിജിയുടെ 70ാമത്തെ സെഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൊണ്ടുവന്നിട്ട് ഓരോ ആഴ്ചയും ഓൺലൈനായിട്ട് നിരവധി ആൾക്കാർക്ക് ഒരു ഇൻസൈറ്റ്സ് കിട്ടുന്ന രീതിയിൽ അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. എന്നെയും ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം. ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുക. ഈ സബ്ജക്റ്റ് വളരെ ഡീപ്പായിട്ട് പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. കാരണം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യണം. പക്ഷെ അതേ സമയത്ത് ഇങ്ങനെയുള്ളൊരു സെഷനിലെ സമയത്തിൻ്റെ പരിമിതി നമുക്ക് എല്ലാവർക്കും അറിയുന്നതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പരിമിതമായ സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാനും ശ്രമിക്കുക. അതിനകത്തും ആ ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. രണ്ടാമതൊരു കാര്യം, ഇതെല്ലാം പിന്നെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കണ്ടത്, കേട്ടത്, വായിച്ചത്, അനുഭവിച്ചത്, അതിൽ നിന്നൊക്കെ രൂപപ്പെട്ടിട്ടുള്ള കുറേ പേഴ്സ്പെക്റ്റീവ്സും നമ്മളുടെ കുറേ പിന്നെ തിരിച്ചറിവുകളും എല്ലാം കൂടിയിട്ടുള്ള ഒരു നോളജ് ഷെയറിങ് സെഷനായിട്ട് ഇതിനെ കാണണം. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ അഗ്രി ടു ഡിസഗ്രി എന്ന് പറയുന്ന ഒരു ഡിസ്ക്ലെയിമറൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്നെന്നും വരാം. അപ്പോൾ ഏതാണെങ്കിലും വിദ്യാഭ്യാസം സാധാരണഗതിയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒന്ന് ആശ്വാസമായി എന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളെ കുട്ടികളും. അല്ലെങ്കിൽ നമ്മളുടെ കാലഘട്ടം അങ്ങനെയാണ്. ബേസിക് ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം ആ അർത്ഥത്തിൽ അത് പൂർണ്ണമായി എന്നുള്ള രീതിയിൽ. പക്ഷേ പിന്നെ ഗ്രാജുവേഷൻ സത്യത്തിലൊരു അങ്ങനെ പൂർണ്ണമാവലല്ല. അവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. അവിടുന്നാണ് നമ്മുടെ കരിയർ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ജീവിതത്തിൻ്റെ ആ ഘട്ടം ആരംഭിക്കുന്നത് തന്നെ അവിടെ വെച്ചിട്ടാണ്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈറ്റിൽ തന്നെ കൊടുക്കാൻ കാരണം. ഗ്രാജുവേഷൻ അപ്പുറത്ത് നമ്മൾ എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത്. നാളത്തെ, ഇന്നത്തെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന തൊഴിൽ ലോകം എങ്ങനെയായിരിക്കും, നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത്, എന്തൊക്കെ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ടാവണം, എന്തൊക്കെ ടൂൾസുകൾ നമ്മൾ കരുതി വെക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വെച്ചിട്ട് തുടങ്ങാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ can you drop a word in the chat that describes how you feel about your future today? നിങ്ങളുടെ ഭാവിയെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് എന്താണ് തോന്നുന്നത്? ഒരു സിംഗിൾ വേർഡ് നിങ്ങൾ ചാറ്റ് ബോക്സിലൊന്ന് ഇട്ടാൽ നന്നായിരുന്നു. One word that describes how you feel about your future today. രണ്ടുപേരാണ് എനിക്ക് തോന്നുന്നത്. ഡെസ്പയർ, ബ്ലോട്ടഡ്, നമ്മളെ സമയം അൺപ്രഡിക്റ്റബിൾ. കമോൺ, ഓക്കെ, വരട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാം. നമുക്ക് പരിമിതമായ സമയമുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഫാസ്റ്റായാൽ നന്നായിരുന്നു. ചാലഞ്ചിങ് ആണ്, വെരി ഗുഡ്. ആംബിഗസ്, അമേസിങ്, ഫെയിൽ, ഫൈൻ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ക്യൂരിയസ് ആണ്, ബട്ട് ദാറ്റ് മീൻസ് വി ആർ ഓപ്പൺ ടു പോസിബിലിറ്റീസ്. നമുക്ക് ആങ്സിയസ് ആവാം, കാരണം അവിടെ ഒരു ക്ലാരിറ്റി, സപ്പോർട്ടൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. നമുക്ക് ഇൻസ്പയർഡ് ആവാം, നമുക്ക് ഫോഗി ആവാം, നമുക്ക് ഡിറ്റർമൈൻഡ് ആവാം, ഹോപ്പ്ഫുൾ ആവാം, സ്കെപ്റ്റിക്കൽ ആവാം. വളരെ ബ്രേവായിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഇതൊക്കെ നിങ്ങളിലൊരു ഓളം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം. ആ ഒരു ഗ്രൗണ്ടിനെ സെറ്റ് ചെയ്യുക, ടോൺ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നമുക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നും എങ്ങനെ വർക്ക് ചെയ്യണമെന്നും
തീരുമാനിക്കുക തന്നെ ചെയ്യുക. നമ്മൾ ഒരു വളരെ ഫ്ലാറ്റായിട്ട് യാതൊരു ചിന്തയില്ല, വിദ്യാഭ്യാസം കഴിഞ്ഞു എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള രീതിയിൽ പോകുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ഞാൻ ഈ കുറച്ച് നാളായിട്ട് കഴിഞ്ഞൊരു 8 ആഴ്ചയായിട്ട് നാട്ടിലുണ്ട്, അവധിയിലാണ്. ഇതിനകത്ത് ധാരാളം ഇത്തരത്തിലുള്ള ഓഫ്ലൈനായിട്ടൊക്കെയുള്ള സെഷൻസൊക്കെ വിദ്യാർത്ഥികളായിട്ടൊക്കെ സംവദിച്ചിരുന്നു. അപ്പം അതിൽ നിന്നൊക്കെ ഉള്ളൊരു നമ്മളുടെ ഒരു പിന്നെ ലേണിംഗ് എന്താണെന്ന് വെച്ചാൽ, കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പോഴും ആ അർത്ഥത്തിലുള്ളൊരു പിന്നെ സീരിയസ്നെസ് തൊഴിലിനെ കുറിച്ചോ തൊഴിൽ മാർക്കറ്റിനെ കുറിച്ചോ വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഇനി അത്തരത്തിലുള്ളൊരു മനോഭാവമല്ല നമുക്ക് വേണ്ടത്. വളരെ പിന്നെ അഗ്രസീവായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് തൊഴിലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ. ഇഫ് യു ഹാഡ് എ ബാക്ക് പാക്ക് ഫോർ യുവർ കരിയർ ജേർണി, വാട്ട് 3 തിങ്സ് വുഡ് യു പാക്ക്? നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ജേർണി എന്ന് പറഞ്ഞ ഒരു ബാക്ക് പാക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ആ ബാക്ക് പാക്കിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ട് കരുതുന്ന 3 സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിനകത്ത് ദർ ആർ നോ റോങ് ആൻസേഴ്സ്, ഓൺലി ബ്രില്യൻറ്റ് ബിഗിനിങ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞത് തെറ്റോ അബദ്ധമാവോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉത്തരങ്ങൾ ഒരിക്കലും തെറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. Any answers? If you have a backtrack. Skill, language, Yes. confidence. Okay. Very good, very good. Go ahead. Education, communication skills and confidence. Yes. Anything else? No degrees but skills. Experience. Yes. ഞാൻ കുറച്ച് മെറ്റഫോറിക്കലായിട്ടുള്ള കാര്യങ്ങളുടെ മിക്സ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ആൻസേഴ്സ് ഞാൻ കണ്ടെത്തിയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ചോയ്സ് എന്താണെന്ന് വെച്ചാൽ ക്യൂരിയോസിറ്റി, കറേജ് ആൻഡ് ചാർജർ. ക്യൂരിയോസിറ്റി നമ്മളെ ലേൺ ചെയ്യാൻ നിരന്തരം പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും, ചോദ്യങ്ങൾ ചോദിക്കാനും, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ എന്ന തരത്തിൽ പലതരത്തിൽ ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നവരെ ഒരു സാധനമാണ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. കറേജ് എന്ന് പറഞ്ഞത് നമുക്ക് കുറേ കൂടെ ബോൾഡായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാൻ നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ഒരു സാധനമാണ് കറേജ് എന്ന് പറഞ്ഞാൽ. ചാർജസ് റിമൈൻഡ് യു ടു സ്റ്റേ എനർജൈസ്ഡ് ആൻഡ് കണക്റ്റഡ്. നമുക്ക് കണക്ട് ചെയ്യാതെ, എനർജൈസ് ചെയ്യാതെ മാർക്കറ്റിൽ നിൽക്കാൻ പറ്റില്ല. There's another option. It could be a mirror, a map and a megaphone. നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സെൽഫ് അവയർനെസ്സിന് മിറർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്കൊരു ഗോൾ സെറ്റിങ്ങിന്, ഒരു ഡയറക്ഷന് നമുക്ക് മാപ്പ് വളരെ ആവശ്യമുണ്ട്. കാര്യങ്ങൾ എന്താ പറയുക, മെഗാഫോൺ ഹെൽപ്പ് യു ടു സ്പീക്ക് അപ്പ് ആൻഡ് അഡ്വക്കേറ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് നമ്മളെക്കുറിച്ച് സംസാരിക്കാനും നമ്മളെ കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ മെഗാഫോൺ ആവശ്യമാണ്. തേർഡ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്കിൽസ്, സ്റ്റോറീസ് ആൻഡ് സ്നാക്സ്. സ്കിൽസ് ആർ അവർ ടൂൾസ് ആൻഡ് സ്റ്റോറീസ് ഹെൽപ്പ് യു ടു കണക്ട് ആൻഡ് പെർsuade. ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനും ഇൻഡസ്ട്രിയായിട്ട് കണക്ട് ചെയ്യാനും സ്റ്റോറീസ് ആവശ്യമാണ്. സ്നാക്സ് ബിക്കോസ് റെസിലിയൻസ് നീഡ്സ് ഫ്യൂൽ. നമുക്ക് ഫ്യൂലിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി എ compass, a journal and a Swiss Army knife. കോമ്പാസ് നമുക്ക് ആവശ്യമാണ്. നമ്മളുടെ വാല്യൂ സിസ്റ്റത്തിൻ്റെ ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ നമുക്ക് ആവശ്യമാണ്. നമ്മൾ ചെയ്യുന്നതിനെ റിഫ്ലക്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് വളരാനൊക്കെ ഒരു ജേർണൽ നമുക്ക് ആവശ്യമാണ്. അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇതിനൊക്കെ നമുക്കൊരു സ്വിസ് നൈഫ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് പിന്നെ കുറേ കൂടെ മെറ്റഫോറിക്കലായിട്ടുള്ള ഒരു ഏരിയയും കൂടി കൊണ്ടുവന്നിട്ടാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ കുറേ കൂടെ ആ ഒരു പ്രിപ്പറേഷൻ ഒരു ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് വരുമ്പോൾ അതിനാവശ്യമായ ടോണും മൂഡും ഗ്രൗണ്ടും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു തോട്ട് പ്രോസസ്സിലൂടെ കടന്നു പോകാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിനെ കുറിച്ചിട്ട് അറിയാന്നുള്ളതാണ്. എന്താണ് ഹയറിംഗ് ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹയറിംഗ് ലാൻഡ്സ്കേപ്പിൽ ട്രെൻഡുകൾ എന്താണ്, കറൻറ്റ് ട്രെൻഡ്സ്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മളെല്ലാവരും നിരന്തരം വായിക്കുന്ന, കേൾക്കുന്ന, കാണുന്ന, അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് AI ഡിസ്റപ്ഷൻ തന്നെയാണ്. അപ്പം പുതിയ ടെക്നോളജിയുടെ ഇൻറ്റഗ്രേഷൻ, ഇൻകോർപ്പറേഷൻ ഇൻ ടു വേരിയസ് സിസ്റ്റംസ്, വേരിയസ് ടെക്നോളജീസ്, വേരിയസ് ഇൻഡസ്ട്രീസ്, പലതരത്തിലുള്ള തൊഴിലുകളിലേക്ക് എങ്ങനെയൊക്കെ ഈ ഡിസ്റപ്ഷൻസ് വരുന്നു എന്നുള്ളത് പുതിയ കാലത്തെ ട്രെൻഡ് തന്നെയാണ്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട, നമ്മളെ ഇൻഡസ്ട്രിയെ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മൾ ചെയ്യാൻ പോകുന്ന തൊഴിലിൽ എത്തരത്തിലാണ് അത് ബാധിക്കാൻ പോകുന്നത്, അതിനനുസരിച്ച് നമ്മളെങ്ങനെ ചെയ്യേണ്ടി വരും എന്നുള്ളതൊക്കെ. വേറൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈബ്രിഡ് വർക്കുകൾ, ഗിഗ് എക്കോണമി അല്ലെങ്കിൽ ഗിഗ് വർക്കുകൾ ധാരാളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലോട്ട് നോക്കുമ്പോൾ അതിന് മുന്നത്തേതിനെ അപേക്ഷിച്ച് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. ഡെമോഗ്രഫിയിൽ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പം ലോകത്തിൻ്റെ ഇപ്പം നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ നോക്കുമ്പോൾ കുറേ രാജ്യങ്ങളൊക്കെ ഏജിങ് പോപ്പുലേഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ തൊഴിൽ ചെയ്യാവുന്ന ആൾക്കാരുടെ എണ്ണം കുറയുകയോ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു എക്കണോമിക് ഇമ്പാക്റ്റ് വലിയ തരത്തിൽ വരുമെന്നുള്ള ആശങ്ക അതാത് രാജ്യങ്ങളിലെ പിന്നെ ഭരണകർത്താക്കൾക്കൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ആ ഡെമോഗ്രാഫിക് ചേഞ്ചിങ് വരുമ്പോൾ തന്നെ ഒരർത്ഥത്തിൽ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ മൈഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവിടെ സാധ്യതകൾ, തൊഴിൽ സാധ്യതകൾ, സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ അങ്ങനെയുള്ള പിന്നെ സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. നമുക്കൊക്കെ പലപ്പോഴും അവിടെ പോകുമ്പോഴും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരായിട്ട് സംവദിക്കുമ്പോഴൊക്കെ പുതിയ തലമുറയിലെ കുട്ടികളെ ആവശ്യമായ തൊഴിലിനനുസരിച്ച് ഒന്ന് സ്കിൽഡ് ആയിട്ടുള്ളവരെ കിട്ടാനില്ല, രണ്ട് പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ എക്കോണമി പിടിച്ചു നിൽക്കണമെങ്കിൽ അവർക്ക് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരാം. അതൊക്കെ നമ്മൾക്ക് അവസരങ്ങളായിട്ട് മാറ്റാൻ നമുക്ക് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് ഹിഡൻ ജോബ് മാർക്കറ്റിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ തൊഴിൽ അന്വേഷിക്കുമ്പം അതിൻ്റെ ഒരു ക്ലാസിക് പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകാൻ നോക്കുന്നുണ്ടാവാം, പത്രങ്ങളാവാം, ഓൺലൈൻ ഹയറിംഗ്, വെബ് പോർട്ടലുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വലിയൊരു ശതമാനം ജോലികളും ഇൻറ്റേർണൽ റെഫറൻസ് വഴി നടക്കുന്നു എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നല്ല ആ മാർക്കറ്റിനെ കുറിച്ച് അറിയുമ്പോൾ തന്നെ അതിനനുസൃതമായ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു വരും. അപ്പം കമ്പനികൾ കുറേ കൂടെ അത്തരത്തിലുള്ള പോളിസികളിലേക്ക് ധാരാളം പോകുന്നുണ്ട്. ഇൻറ്റേർണൽ റെഫറൽ പ്രോഗ്രാമുകൾ വരെ കുറേ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ ഉണ്ട്. അപ്പം അതുവഴിയൊക്കെ ധാരാളം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മൾ വെറും പത്രത്തിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ വരുന്ന പോസ്റ്റിംഗ് മാത്രം ശ്രദ്ധിക്കാതെ കുറേ കൂടെ ഇൻറ്റേർണൽ റെഫറൻസ് വഴി ഏതെങ്കിലും എത്രത്തോളം സാധ്യതകളുണ്ടെന്നും ആ സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുമൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഇൻഡസ്ട്രി ഹോട്ട്സ്പോട്ടുകൾ ഇപ്പം എല്ലാ പ്രധാനമായിട്ട് ഹെൽത്ത് കെയറിൽ ധാരാളം അവസരങ്ങൾ വരുന്നെന്ന് പറയുന്നുണ്ട്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഫിൻടെക്കിൽ ധാരാളം ഗ്രീൻ ജോബുകൾ എമർജ് ചെയ്ത് വരും എന്ന് പറയുന്നുണ്ട്. ക്രിയേറ്റീവ് ഫീൽഡുകളിൽ ധാരാളം സാധ്യതകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രി ഹോട്ട്സ്പോട്ടുകളെ കുറേ കൂടെ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുകയും അവിടെ ആ ഹോട്ട്സ്പോട്ട്സിനകത്ത് തന്നെ ഒരു പക്ഷേ നമ്മൾ എന്ത് പഠിച്ചതാണെങ്കിലും അതിലോട്ട് അലൈൻ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്. ഇപ്പം ഏത് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാലും അവിടെ നമുക്ക് HR വേണം, ഫൈനാൻസ് വേണം, ഓപ്പറേഷൻസ് വേണം, പിന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പ് വേണ്ടി വരും. ബേസിക്കലി നമ്മളെല്ലാ ഇൻഡസ്ട്രിയിലും കാണുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ പിന്നെ വളരെ കോമൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മേഖലകളിലുള്ള ആൾക്കാർക്ക് റിഗാർഡ്ലെസ് ഓഫ് ദ ഇൻഡസ്ട്രി അവരുടെ സ്കില്ലും പിന്നെ നോളജും ഒക്കെ പോളിഷ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഷാർപ്പൻ ചെയ്തുകൊണ്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എംപ്ലോയർ എക്സ്പെക്റ്റേഷൻസ് എന്നുള്ളത്. അപ്പം എംപ്ലോയറുടെ മൈൻഡ് സെറ്റ് എന്താണ്, എംപ്ലോയർ എന്താണ് ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ അതിനകത്ത് പിന്നെ പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട്. ഒരു പ്രൊഫഷണലാണോ ഈ ഹയർ ചെയ്യുന്ന ആൾ, ഒരു ട്രെയിനിങ്ങിനൊക്കെ ഉള്ള വില്ലിങ്നെസ് ഉണ്ടോ, ട്രെയിൻ ചെയ്യാൻ ട്രെയിനിങ്ങിന് പങ്കെടുക്കാൻ അഡാപ്റ്റബിലിറ്റി ഉണ്ടോ, കൾച്ചറൽ ഫിറ്റ് എങ്ങനെയാണ്, ഇയാൾ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാവുന്നതാണോ, വ്യത്യസ്ത ടീം ഡൈനാമിക്സിനകത്ത് ഉൾപ്പെടാൻ പറ്റുന്ന ഒരാളാണോ, കമ്പനിയുടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും, നമ്മളുടെ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടാവും, അതിനകത്തൊക്കെ എങ്ങനെ കയറിക്കൂടാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരാളാണോ അതാണ്. അപ്പം എംപ്ലോയർ എക്സ്പെക്റ്റേഷൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക, ആ മാർക്കറ്റിൽ അല്ലെങ്കിൽ കറൻ്റ്ലി എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറേ കൂടെ സ്കിൽ ബേസ്ഡ് ഹയറിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. നമ്മളെ പ്യുവർ അക്കാഡമിക് പിന്നെ അക്കാഡമിക് മാത്രം നോക്കാതെ, അല്ലെങ്കിൽ അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം മാത്രം നോക്കാതെ സ്കിൽ ബേസ്ഡ് ഹയറിങ് കംപ്ലീറ്റ് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ എംപ്ലോയേഴ്സ് അങ്ങനെ ചിന്തിക്കുന്നു. നമ്മളിപ്പം ഈ ബിഗ് ജയൻസ് ഗൂഗിളും അല്ലെങ്കിൽ മെറ്റ, ആമസോണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പിന്നെ സി സൂട്ടിലുള്ള സിഇഒസോ അല്ലെങ്കിൽ അവരുടെ വകുപ്പ് മേധാവികളോ അല്ലെങ്കിൽ പിന്നെ താക്കോൽ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ സംസാരത്തിൽ വരുന്നത് സ്കിൽ ബേസ്ഡ് ഹയറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരു തൊഴിൽ അന്വേഷക അല്ലെങ്കിൽ അന്വേഷകൻ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ എവിടെയാണ് ഫിറ്റ് ആവുക എന്ന് പറയണം. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് നമുക്കറിയുന്നതും നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലോട്ട് ആണ് അലൈൻഡ് ആകാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അതിന് പ്രധാനമായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ എന്ത് തൊഴിലാണ് അന്വേഷിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് ടൈറ്റിൽ എന്താണ്? ഇപ്പം ജൂനിയർ അക്കൗണ്ടൻ്റ് ആണോ, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആണോ, ലോജിസ്റ്റിക് ക്ലർക്ക് ആണോ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ആണോ, HR അസിസ്റ്റൻ്റ് ആണോ, അതല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ആണോ, ലാബ് ടെക്നീഷ്യൻ ആണോ, അങ്ങനെ നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് നമ്മളുടെ പാഷൻ, നമ്മളുടെ വാല്യൂ, നമ്മളുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള ടൈറ്റിൽസ് ഏതൊക്കെയാണ്. ഈ ടൈറ്റിൽസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമ്മളൊരു തൊഴിൽ അന്വേഷിക്കുമ്പം എന്തൊക്കെ അന്വേഷിക്കണം, ആരോട് അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ. രണ്ടാമത്തത്, ഏത് എംപ്ലോയറാണ് അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയാണ് നമുക്ക് അപ്പീലിംഗ് ആയിട്ടുള്ളത്, അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പം റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണോ നമുക്ക് പോകാൻ ആഗ്രഹം, അതല്ല ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോട്ടാണോ, IT ഇൻഡസ്ട്രി ആണോ, മറ്റ് സർവീസ് ഇൻഡസ്ട്രി ആണോ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആണോ, കൺസൾട്ടിങ് ആണോ, മാനുഫാക്ചറിങ് ആണോ, ഏത് ഇൻഡസ്ട്രിയിലോട്ട് ആണ് നമ്മൾക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇൻഡസ്ട്രിയാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അപ്പീലിംഗ് ആയിട്ട്, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്ന് മനസ്സിലാക്കുക, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു സ്ലൈഡ് തന്നെ പ്രിപ്പയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ ഈ ദുബായിലൊക്കെ ഉള്ളപ്പം, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്നത് ദുബായിലാണ്. ഒരു 31 വർഷത്തോളം, 32 വർഷമായിട്ട് ദുബായിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 15-20 വർഷമായിട്ട് ഈ തൊഴിൽ അന്വേഷിച്ച് വരുന്ന ധാരാളം കുട്ടികളെ ഞങ്ങളുടെ ഒരു ടീം ഞങ്ങളൊക്കെ കാണാറുണ്ട്. നമ്മളിപ്പം ഇതിനകത്ത് ഫിറോസ് സാറുണ്ട്, അങ്ങനെ ഞങ്ങളെപ്പോലത്തെ എല്ലാവരും കാണുന്നുണ്ട്. അപ്പം പലപ്പോഴും ആൾക്കാർ വന്നിട്ട് പറയുന്നത് വെച്ചാൽ, ഞാൻ വന്നിട്ടുണ്ട് വിസിറ്റിങ്ങിലാണ്, അപ്പോൾ ഞാൻ ഇന്നതാണ് പഠിച്ചത്, എനിക്ക് ജോലി വേണം, ഞാൻ ജോലി നോക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ സത്യത്തിൽ കേൾക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല, ഇയാൾക്ക് എന്ത് ജോലിയാണ് വേണ്ടത്, എവിടെയാണ് ഇയാളുടെ ജോലി ഉണ്ടാവുക എന്ന്. പിന്നെ അത് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ അതേ സമയത്ത് ഒരാൾ വന്നിട്ട് പറയാണ്, ഞാൻ BCom ആണ് പഠിച്ചിട്ടുള്ളത്, പിന്നെ ഞാൻ നോക്കുന്നത് ഒരു ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ ജോലിയാണ്, അത് കുറേ കൂടെ ഒന്നുകിൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിരിക്കും വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതാണ് ഞാൻ നോക്കുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. അപ്പം പിന്നെ ഇതുപോലെ ഏത് ഇൻഡസ്ട്രി ആവാം. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ കോൺടാക്റ്റിലുള്ള ആരോടെങ്കിലും കൺസ്ട്രക്ഷനിലോ അല്ലെങ്കിൽ റീറ്റെയിലിലോ വിളിച്ചിട്ട്, ഇങ്ങനൊരു പോസ്റ്റ് ഉണ്ട്, 1-2 പോസ്റ്റുകൾ, ഈ ടൈറ്റിൽസാണ് ഇദ്ദേഹം നോക്കുന്നത്, ഇന്ന ഇൻഡസ്ട്രിയിലാണ് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾക്കും ആസ് എ ജോബ് സീക്കർ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ജോബ് ഹണ്ടർ എന്നുള്ള നിലക്ക്, പിന്നെ അത് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് തൊഴിൽ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്താ അറിയേണ്ടതെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എവിടെ ജോലി അന്വേഷിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട ജോലി എവിടെയൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലെങ്കിൽ അതൊരു എന്താ പറയുക, അതൊരു വലിയ ഫെയിലിയറാണ് നമ്മളെ സൈഡിൽ നിന്നുള്ള, ആസ് എ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ നമ്മളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിയണം. നമുക്ക് എന്താണ് വേണ്ടതെന്ന് അറിയണം. നമ്മുടെ കോമ്പറ്റൻസീസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ സർട്ടിഫിക്കേഷൻസോ എന്തെങ്കിലും ഷോർട്ട് ടേം കോഴ്സുകളോ ഒക്കെ ചെയ്തത് വെച്ചിട്ട് എന്തൊക്കെ കോമ്പറ്റൻസീസ് ഉണ്ട് നമ്മളുടെ കോളേജ് കാലഘട്ടത്തിൽ. ചിലപ്പം കോളേജിലെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വഴി നമ്മൾ കുറേ സ്കില്ലുകളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോൾ ലീഡർഷിപ്പ് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവാം, അത് ലീഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വിവിധ തരത്തിലുള്ള കോമ്പറ്റൻസീസ് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് ഉദാഹരണം ഉണ്ടാവണം. നമ്മളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്തെങ്കിലും കൊച്ചു കൊച്ചു അക്കംപ്ലിഷ്മെൻറ്റ്സ് ഡ്യൂറിങ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ, പ്രൊജക്റ്റ് വരുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതല്ലാത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ അളക്കാൻ പറ്റും. എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പം ചെറിയ രീതിയിലുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അപ്രന്റീസ്ഷിപ്പോ ഇൻറ്റേൺഷിപ്പോ അതിലൂടെയൊക്കെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പോൾ ഇതിനൊക്കെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്, ഏത് ഇൻഡസ്ട്രിയാണ് നമ്മളെ പ്രൈമറിലി അപ്പീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിഫറൻസ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കാം. അത് ടൈറ്റിൽസിലാണെങ്കിലും ഇൻഡസ്ട്രികളിലാണെങ്കിലും എംപ്ലോയറുടെ പിന്നെ എംപ്ലോയേഴ്സിനെ വെച്ചിട്ടാണെങ്കിലും. അപ്പം ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും ഇതെങ്ങോട്ട് പോകണം, എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. ആ ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിൽ ഇറങ്ങുമ്പം വലിയൊരു ബ്ലർ ഇമേജ് നിങ്ങൾക്ക് കാണുന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഫിറ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് പ്ലേസ് റെഡിനെസ്സിലോട്ട് വരിക എന്നുള്ളതാണ്. വർക്ക് പ്ലേസ് റെഡിനെസ് എന്ന് പറയുമ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്ത് സ്കില്ല് വരുന്നുണ്ട്, നമ്മളുടെ മൈൻഡ് സെറ്റ് വരുന്നുണ്ട്, മറ്റ് നമ്മൾ നേടിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റാ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മെറ്റാ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷനൽ തിങ്കിങ്ങിനപ്പുറത്ത് കുറേ കൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുക, ഒരു ബ്രോഡ് പേഴ്സ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുക. അപ്പം ഒരു മെറ്റാ മൈൻഡ് സെറ്റിൻ്റെ ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ തിങ്ക് ലൈക്ക് എൻ എംപ്ലോയർ. നമ്മളൊരു എംപ്ലോയി എന്ന് ഉള്ള മൈൻഡ് സെറ്റിൽ ചിന്തിക്കുമ്പം നമ്മളുടെ ആ ക്യാൻവാസ് വളരെ ചെറുതായിരിക്കും, നമ്മൾ തോട്ട് പ്രോസസ്സ് വളരെ ചെറുത് അല്ലെങ്കിൽ കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് തന്ന എൻ്റെ ടാസ്കുകൾ ഉണ്ടാവും, എൻ്റെ ഒരു വർക്കിംഗ് ടൈം ഉണ്ടാവും 8 മുതൽ 5 വരെയെന്നോ, ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്നുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ടാസ്കുകൾ അല്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസിനോ അത് ചെയ്ത് തീർക്കുക. 8 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ ആ സമയത്തിനുള്ളിൽ അത് ചെയ്ത് തീർക്കുക. അതാണ് എൻ്റെ ടാസ്ക്. അത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് മാസാവസാനം എൻ്റെ ശമ്പളം കിട്ടണം, പിന്നെ മറ്റാനുകൂല്യങ്ങൾ കമ്പനി പറഞ്ഞതുണ്ടാവാം, ബോണസ് ഉണ്ടാവാം, അങ്ങനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ടിപ്പിക്കൽ എംപ്ലോയിയുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു എംപ്ലോയി ആയിരിക്കുമ്പോൾ തന്നെ എംപ്ലോയറെ പോലെ ചിന്തിക്കാൻ ശ്രമിക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ ലാർജ് പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കും. ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റ് എന്താണ്? ഇത്രയും ഒരു കമ്പനി, അവിടെ നിരവധി ആൾക്കാർ ജോലി ചെയ്യുന്നു, അവർക്കൊക്കെ എല്ലാ മാസവും ശമ്പളം കൊടുക്കണം, അവിടുത്തെ മറ്റ് ചിലവുകൾ അയാൾ അത് നീങ്ങിപ്പോകണം, അപ്പോൾ അതിനുള്ള വരുമാനം ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ബിസിനസ് മോഡൽ ആ തരത്തിൽ പ്ലാൻ ചെയ്യേണ്ടി വരും. അതിനകത്ത് ക്യാഷ് ഫ്ലോ അതിനനുസരിച്ച് ഉണ്ടായിരിക്കണം. നമ്മളുടെ ബിസിനസ്സിൻ്റെ പിന്നെ എക്സ്പാൻഷൻ എങ്ങനെ പോകണമെന്ന് ചിന്തിക്കണം. പുതിയ ഡിസ്ട്രപ്ഷൻസ് വരുന്നു, ഒരുപാട് അൺസർട്ടനിറ്റീസ് വരുന്നു, അതിനനുസരിച്ച് എങ്ങനെ ബിസിനസ്സിന് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം എംപ്ലോയിയുടെ കേസിൽ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ 1 മാസം 2 മാസത്തിനല്ലല്ലോ, നമ്മൾ ലോങ് ടേമിൽ കാര്യങ്ങൾ കാണുന്നു. അപ്പോൾ ഒരു എംപ്ലോയർ ചിന്തിക്കുന്നത് വളരെ വൈഡായിട്ടുള്ളൊരു സ്പെക്ട്രത്തിൽ നിന്നിട്ട് എങ്ങനെ ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാനാണ്. നമ്മൾ ചിന്തിക്കുന്നത് എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്യുക, അതിനനുസരിച്ചുള്ള ശമ്പളം കിട്ടുക എന്നുള്ളതാണ് എംപ്ലോയി മൈൻഡ് സെറ്റ്. ഇപ്പം നമ്മൾ എംപ്ലോയി ആയിരിക്കുമ്പോൾ തന്നെ ഒരു എംപ്ലോയർ മൈൻഡ് സെറ്റിലോട്ട് മാറുമ്പം നമ്മളുടെ ആ തോട്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചേഞ്ച് ആവും. അതിനനുസരിച്ച് കുറച്ചുകൂടി നമ്മൾ കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു, പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ കമ്പനിയിൽ കുറേ കൂടെ നല്ല ഐഡിയാസ് നമുക്ക് കൊടുക്കാൻ പറ്റും, കുറേ കൂടെ സജഷൻസ്, നമുക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നമുക്ക് കരിയറിൽ വലിയ ചേഞ്ച് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മളെപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, നമ്മൾ കുറേ കൂടെ അഡാപ്റ്റബിലിറ്റിയുള്ള, കുറേ കൂടെ ലേണിംഗ് മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുണ്ട്, നല്ല റെസിലിയൻസ് പവർ ഉണ്ട്.
രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, എങ്ങാനും കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളൊരു സ്വന്തം ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പോലും ഈ എംപ്ലോയർ മൈൻഡ് സെറ്റ് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആ സമയത്ത് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാനും അതിനനുസരിച്ച് നമ്മളുടെ മനസ്സിൽ ആഗ്രഹമുള്ള ബിസിനസ്സിനെ പിന്നെ കൊണ്ടുവരാനൊക്കെ ധാരാളം സാധ്യതകൾ ഈ എംപ്ലോയർ മൈൻഡ് സെറ്റിൽ നമ്മൾ ചിന്തിക്കുമ്പം നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 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 മിനിറ്റ്, സ്ക്രീനിൽ എന്തോ ഒന്ന് ഹോൾഡ് ചെയ്യാൻ. എംപ്ലോയർ മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു കുറെ കൂടെ ബ്രോഡായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരിക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ, മെറ്റാ മൈൻഡ് സെറ്റ് ചെയ്യുമ്പം പിന്നെ കുറെ കൂടെ ഗ്ലോബലായിട്ട് കാര്യങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഗ്ലോബൽ പിന്നെന്താ പറയുക മൈൻഡ് സെറ്റ് നമ്മൾ വിവിധ രാജ്യങ്ങളുടെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അവരുടെ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അവിടുത്തെ വർക്ക് കൾച്ചർ എങ്ങനെയാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പം ആരെങ്കിലും കേരളത്തിൽ നിന്ന് ദുബായിലോട്ട് ജോലി അന്വേഷിച്ച് പോകാൻ പോകുന്നുണ്ടെങ്കിൽ, ദുബായിയുടെ ഒരു വർക്ക് കൾച്ചർ എന്താണ്, ദുബായിൽ എത്ര മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര മണിക്കൂറാണ് അവിടുത്തെ ജോലി, പിന്നെ അവിടുത്തെ ടൈം സോണ്, അവിടുത്തെ കറൻസി, അവിടുത്തെ ഡെമോഗ്രഫി, അവിടുത്തെ പോപ്പുലേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഒരു ധാരണ ഉണ്ടാകുമ്പം നമുക്ക് ആ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മോർ ഓർ ലെസ് വി ആർ ഫിറ്റ് ടു എൻ്റർ ഇൻ ടു ദി ലേബർ ഫോഴ്സ്. അപ്പം കുറേ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചിട്ട് ഭാഗങ്ങളിലെ തൊഴിൽ മേഖലകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പം നമുക്ക് ചിലപ്പം പിന്നെ ആഫ്രിക്കയിൽ ബ്രാഞ്ച് ഉണ്ടാവാം, GCCയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടാവാം, ഏഷ്യയിലുണ്ടാവാം, യൂറോപ്പിലുണ്ടാവാം, അമേരിക്കയിലൊക്കെ നമ്മൾക്ക് ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓഫീസുകളോ ബ്രാഞ്ചുകളോ ഒക്കെ ഉണ്ടാവാം. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് കുറേ കൂടെ നമ്മളൊരു ടിപ്പിക്കൽ മലയാളി മൈൻഡ് സെറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ പ്രദേശത്ത് നിന്നുള്ള മാത്രം ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കുറേ ക്ലാഷുകൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. കൾച്ചറൽ ക്ലാഷസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാം. നമ്മളുടെ ആ തോട്ട് പ്രോസസ്സിൽ തന്നെ ക്ലാഷസ്, ചിലപ്പോൾ അവരായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള അവർ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പം അവർ ചിന്തിക്കുമ്പോൾ പോലെ നമ്മൾ ചിന്തിക്കണോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ കുറേ കൂടെ അതിനെ ഒരു വലിയ സ്പെക്ട്രത്തിൽ കാണാൻ ശ്രമിക്കുക. ഒരു ഗ്ലോബൽ സിറ്റിസനായിട്ട് ഗ്ലോബൽ മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യുക. നമ്മളൊരു മാർക്കറ്റിൽ പോകുമ്പം നമുക്കതിനെക്കുറിച്ച് അറിയണം. ആ മാർക്കറ്റിനെ ഒരു 360 ഡിഗ്രീനെ കുറിച്ചിട്ട് നമുക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അതൊക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷനിൽ വലിയ ചേഞ്ചസ് അത് കൊണ്ടുവരും. നമ്മൾ പിന്നെ ലീവ് ചെയ്യുന്നൊരു ഇംപ്രഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പം അങ്ങനെ ഒരു മെറ്റാ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ സംസാരിച്ച പോലെ AI ഫ്ലുവൻസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു സൂപ്പർ വർക്കർ എന്നുള്ള രീതിയിൽ പോവുക എന്നുള്ളതാണ്. കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏത് തൊഴിൽ മേഖലയിലും ഏത് ജോലികളിലും AI ടൂളുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഈ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കാൻ പഠിക്കുമ്പം അതിൻ്റെ എന്താ പറയുക, that will enhance our productivity, performance and ക്രിയേറ്റിവിറ്റി വളരെ ഡ്രാമാറ്റിക്കലായിട്ട് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും നമ്മൾ വിവിധ AI ടൂളുകൾ പഠിക്കുമ്പം. അപ്പോൾ ഈ ചേഞ്ചിൻ്റെ കൂടെ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആണെങ്കിലും ഇനി തൊഴിൽ മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും ശരി, ആ തൊഴിലിൻ്റെ കൂടെ നമ്മൾ, അല്ലെങ്കിൽ ആ ചേഞ്ച് വർക്ക് പ്ലേസിലെ ഈ ചേഞ്ചിൻ്റെ കൂടെ നമ്മൾ ഇവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ സ്റ്റക്കായി പോകും, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഒരുപാട് സൂപ്പർ എബിലിറ്റീസ് ഒന്നും വേണ്ട. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾ പഠിക്കുക. ആ ടൂളുകൾ ഓരോരോ ആവശ്യങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള AI ടൂളുകൾ ChatGPT ആണെങ്കിലും ജെമിനായി ആണെങ്കിലും പിന്നെ കോപ്പൈലറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലൗഡോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ധാരാളം ടൂളുകൾ ഇന്ന് നമുക്കുണ്ട്. അതിനെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിക്കുക. പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് കഴിയുന്നതും പഠിക്കുക. ഇതിനകത്ത് വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രോംപ്റ്റ് എഞ്ചിനീയറിങ് പഠിക്കുക. എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണമെന്ന് പഠിക്കുക. ധാരാളം കമ്പനികളിലൊക്കെ നമ്മളുടെ നിലവിൽ ചെയ്യുന്ന ജോലിയെ ഏറ്റവും എളുപ്പമാക്കി തരാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഒക്കെ നമ്മളെ സഹായിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ എടുത്ത് ചെയ്യുന്നൊരു പണി ചിലപ്പോൾ 20 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ഒക്കെ ചെയ്യാൻ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങും അതുപോലെയുള്ള AI ടൂളുകൾ ഉപയോഗിക്കാൻ പഠിച്ചാൽ നമുക്ക് സാധിക്കുമെന്നുള്ളത് വളരെ പിന്നെ അത് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു സീരിയസ്നെസ്സും മനസ്സിലാക്കുക. അപ്പം ഏത് തൊഴിലിൽ നിൽക്കുകയാണെങ്കിലും AI ഫ്ലുവൻസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഏഹ് മൂന്നാമത്തെ ഒരു കാര്യം നമ്മളുടെ വർക്ക് പ്ലേസ് റെഡിനെസ്സിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഗവേണൻസിനെ കുറിച്ചിട്ടുള്ളൊരു ലിറ്ററസി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അവിടെ ആ മാർക്കറ്റിൽ ഏത് മാർക്കറ്റിലാണോ നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഏത് മാർക്കറ്റാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് ഇൻഡസ്ട്രിയാണോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കലി, അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ അവിടെയുള്ള സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുക. അവിടെ പോളിസീസ് ഉണ്ടാവും, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പം റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാവും. ഓരോ ഇൻഡസ്ട്രിക്കും അതിൻ്റേതായ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടാവും. അപ്പോൾ ആ റെഗുലേറ്ററി ബോഡീസ് സെറ്റ് ചെയ്തിട്ടുള്ള നോംസ് എന്തൊക്കെയാണ്, അവരുടെ പോളിസീസ് എന്തൊക്കെയാണെന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ ഗവേണൻസിനെ കുറിച്ചിട്ട് അറിയുക. പിന്നെ ജനറലായിട്ട് നമ്മളൊരു സ്ഥലത്ത് തൊഴിലിന് പോകുമ്പം അവിടുത്തെ ലേബർ, പിന്നെ എന്താ പറയുക, ആ തൊഴിലാളികൾക്കുള്ള കുറേ ഫ്രെയിംവർക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ പിന്നെ ഗ്രാറ്റുവിറ്റി, നമ്മളുടെ സാലറി, മിനിമം സാലറി ഉണ്ടോ, പിന്നെ നമ്മളെങ്ങനെയാണ് ഒരു മാസത്തിൽ എത്ര ലീവ് ഉണ്ടാവും, ഒരു പ്രശ്നം വന്നാൽ നമ്മൾ എവിടെയാണ്, നമ്മൾക്കൊരു തൊഴിലിലൊരു പ്രശ്നം വന്നോ, നമ്മുടെ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിൽ പിന്നെ ബ്രീച്ച് ചെയ്യപ്പെടുകയോ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, കമ്പനി നമ്മളെ ചീറ്റ് ചെയ്തു എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്. അപ്പം ഇതൊക്കെ ഇന്ന് നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ വെബ്സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് നമ്മളുടെ റൈറ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. നമുക്കകത്ത് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ആരാണ് അതിൻ്റെ പോയിന്റ് ഓഫ് കോൺടാക്റ്റ് എന്ന് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന മേഖലകളിൽ പർട്ടിക്കുലർലി ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ലാതെ ജനറലായിട്ട് ആ രാജ്യത്തെ കുറിച്ചിട്ട്, അവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഗവേണൻസിൻ്റെ ഒരു ലിറ്ററസി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എൻവയറോൺമെൻറ്റൽ സ്കാനിങ്, നമ്മൾ നിൽക്കുന്ന ആ എൻവയറോൺമെൻറ്റ്, നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവയറോൺമെൻറ്റിലെ ട്രെൻഡുകളെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ ഷിഫ്റ്റുകൾ നടക്കുന്നുണ്ടോ, ആ ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിക്കുന്നത്, പുതിയ പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടോ നമ്മളുടെ ഇൻഡസ്ട്രിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സ് വന്നിട്ടുണ്ടോ, അവരുടെ ഒരു മാർക്കറ്റ് അപ്രോച്ച് എന്താണ്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻസ് വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കാനിങ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഗ്രീൻ കോമ്പിറ്റൻസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം സസ്റ്റൈനബിലിറ്റി, സർക്കുലർ എക്കോണമി, ഗ്രീൻ എക്കോണമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ബസ് വേർഡുകളാണ്. ഇന്ന് നിരന്തരം നമ്മൾ കേൾക്കുന്ന, വായിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ റിന്യൂവബിൾ എനർജി ടെക്നോളജിയിൽ ആ മേഖലയിലുള്ള ആൾക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവും സ്കില്ലുകളും ഉണ്ടാക്കുക. സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ബിൽഡിംഗ് പ്രാക്ടീസസ് ഉണ്ട്, എൻവയറോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ടതുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ഉണ്ട്, ഗ്രീൻ കെമിസ്ട്രി ഉണ്ട്, സർക്കുലർ എക്കോണമി പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പം വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ സസ്റ്റൈനബിലിറ്റി മാനേജേഴ്സ് ഉണ്ട്. സർക്കുലർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നിട്ട് പുതിയ പിന്നെ ശാഖ എമർജ് ചെയ്ത് വന്നിട്ടുണ്ട് പഠിക്കാനായിട്ടുള്ള. അപ്പം നമുക്ക് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്നവർക്ക് സർക്കുലർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നിട്ടൊക്കെ പഠിക്കാനുള്ള ശാഖകൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഒരു പിന്നെ ഒരു പ്രോസസ്സ് നടക്കുമ്പം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നടക്കുമ്പം അതിൻ്റെ എല്ലാ തലങ്ങളിലും സസ്റ്റൈനബിലിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സർക്കുലർ എഞ്ചിനീയേഴ്സിൻ്റെ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി മാനേജേഴ്സൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ഫീൽഡിൽ അതെങ്ങനെയാണ് വരാൻ പോകുന്നത്, ഗ്രീൻ സ്കില്ലുകൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, ആ ഗ്രീൻ സ്കില്ലുകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു 6 മാസം മുന്നൊക്കെ ഒരു ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒരു ആർട്ടിക്കിൾ ഒരിക്കൽ വായിച്ചപ്പോൾ അതിൽ അവർ പറയുന്നുണ്ട്, പിന്നെ 2030 ആകുമ്പോൾ ഈ ഗ്രീൻ സ്കില്ലുകളുള്ള, ഗ്രീൻ കോമ്പിറ്റൻസീസ് ഉള്ള ആൾക്കാർ ധാരാളം വേണ്ടി വരും. പക്ഷെ നിലവിലുള്ള ഒരു ഒരു പേസ് വെച്ചിട്ട് അതൊരു അവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർ അത് അറിയാത്തവരായിരിക്കും. കാരണം ഇപ്പോഴും ആൾക്കാർ ആ അർത്ഥത്തിൽ അതിനെ എടുത്തിട്ടില്ല, അർത്ഥത്തിൽ അതിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ആർട്ടിക്കിൾ അവിടെ വായിച്ചൊരു ഓർമ്മയുണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടും ജനറലായിട്ടുള്ള ഒരു ഗ്രീൻ കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് വർക്ക് പ്ലേസ് റെഡിനെസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ്, പിന്നെ ട്രാൻസ്ഫറബിൾ സ്കിൽസ്, നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലോട്ട് പോകുമ്പോഴും കൊണ്ടുപോകാവുന്ന സ്കില്ലുകളെ പോളിഷ് ചെയ്തെടുക്കുക. നമ്മൾ അതിനകത്ത് പ്രധാനമായിട്ട് നമ്മളുടെ പിന്നെ വിവിധ പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, എല്ലാ അർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളും, പ്രസൻറ്റേഷൻ, പ്രോബ്ലം സോൾവിങ്, അനലിറ്റിക്കൽ സ്കില്ല്, അങ്ങനെ നമുക്ക് എന്തൊക്കെ ഏത് ഇൻഡസ്ട്രിയിലും പോയാലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്കില്ലുകളെയാണ് നമ്മൾ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്നത്. അത് നന്നായി നിരന്തരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്കൊരു പക്ഷേ എന്തെങ്കിലും അൺസർട്ടനിറ്റി വരുമ്പം
അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്റപ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതുവരെ വർക്ക് ചെയ്ത കമ്പനി ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയിട്ട് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്യൂർലി ആ ഇൻഡസ്ട്രിയിലെ ടെക്നിക്കൽ സ്കില്ലിൽ മാത്രം എക്സ്പേർട്ടായിട്ട് നിൽക്കുമ്പം ഇപ്പുറത്ത് ചെന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ കിട്ടാത്തൊരു സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ആ ഇൻഡസ്ട്രിയിലെ ടെക്നിക്കൽ എക്സ്പേർട്ട് ആകുമ്പോൾ തന്നെ മറ്റ് സ്കില്ലുകളും കൂടെ പോളിഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, അപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത ഒരാളായിരിക്കാം. അയാൾ ചിലപ്പോൾ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിലൊക്കെ ഒരുപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, ആൾക്കാരായിട്ട് പെരുമാറുന്നത്, കസ്റ്റമറായിട്ട് സംസാരിക്കുന്നത്, പിന്നെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, പിന്നെ സെയിൽസിൻ്റെ സൈഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം നമ്മളുടെ ട്രാൻസ്ഫറബിൾ സ്കിൽസാണ്. അപ്പം ഇതെല്ലാം നിരന്തരം പോളിഷ് ചെയ്ത് വെക്കുമ്പം ആ ഇൻഡസ്ട്രി മാറി എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് നമ്മളെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന കമ്പനിയിൽ ഇന്ന ജോലിയിലാവുമ്പോൾ തന്നെ ഇതാണ് ചെയ്തിരുന്നത്, ഇത് എനിക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. ഞാൻ നല്ല കമ്മ്യൂണിക്കേറ്ററാണ്, ഞാൻ നല്ല പിന്നെ പ്രോബ്ലം സോൾവറാണ്. അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ആ മേഖലയിലുള്ള പിന്നെ ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ട്രാൻസ്ഫറബിൾ സ്കിൽസിനെ പോളിഷ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ അഡാപ്റ്റബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, റെസിലിയൻസ് എന്നുള്ളതൊക്കെ എപ്പോഴും നന്നായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കാൻ, ഇതൊന്നും ഒരു ഓവർനൈറ്റിൽ നമുക്കൊരു കോഴ്സ് ചെയ്തത് കൊണ്ടൊന്നും, ഞാനിപ്പോൾ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടോ 2 മാസം കോഴ്സ് ചെയ്തുകൊണ്ടോ 3 മാസം ഷോർട്ട് ടേം കോഴ്സ് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് എക്സ്പേർട്ട് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അഡാപ്റ്റബിലിറ്റി, നമ്മളതിനെക്കുറിച്ചിട്ട് കുറേ കൂടെ മനസ്സിലാക്കി ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അറിയാം. ചിലപ്പോൾ നമുക്ക് ഫീഡ്ബാക്ക് എടുക്കേണ്ടി വരും, ഞാൻ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തത് ശരിയായിരുന്നോ എന്ന് നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആണോ. ഇപ്പം ചില കേസുകളിലൊക്കെ ഇപ്പോൾ പുതിയ പിന്നെ ഇൻ്റർവ്യൂസ്, ഹയറിംഗ് ഒക്കെ നടക്കുമ്പം ചിലപ്പോൾ നമ്മളുടെ തൊട്ടടുത്തല്ലാത്ത ലൊക്കേഷനിൽ ജോലി ചെയ്യാൻ സാധ്യത ഉണ്ടെന്നൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലൊരു ഇൻ്റർവ്യൂ നടക്കുകയാണെങ്കിൽ ചിലപ്പം നിങ്ങൾ പാട്നയിൽ ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. പാട്ന ഓഫീസിൽ വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ. അപ്പോൾ ചിലവർ പെട്ടെന്ന് പറ്റില്ല, എനിക്ക് അവിടെ അറിയില്ല, ഇല്ല ഞാൻ കേരളത്തിൽ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. മറിച്ചുണ്ടാവും. യഥാർത്ഥത്തിൽ ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ചോദ്യമൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഫ്ലെക്സിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. അത് ഇമ്മീഡിയറ്റ്ലി നാളെ എടുത്തിട്ട് പാട്നയിൽ കൊണ്ടുവിടാനൊന്നും ആവില്ല. അപ്പം നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി എങ്ങനെയുണ്ട്, അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ്, ഞാൻ ജോലി ചെയ്യാം. പക്ഷേ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടി വരും. പക്ഷേ ജനറലി ഇത്തരത്തിൽ തൊഴിൽ മാർക്കറ്റിൽ നമ്മളുടെ ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മളെപ്പോഴും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതെങ്കിലും വളരെ അഡമൻ്റായിട്ട് ഇവിടെ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ, ഈ ജോലിയെ ഞാൻ ചെയ്യാൻ പറ്റൂ, ഈ ഏരിയയിലെ ഞാൻ നിൽക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന കുറേ പരിമിതികൾ നമുക്കുണ്ടാവും. അപ്പോൾ അതിനൊക്കെ മറികടക്കാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും അഡാപ്റ്റബിലിറ്റി ആണെങ്കിലും സിറ്റുവേഷൻ, അവിടുത്തെ സാഹചര്യങ്ങൾ, തൊഴിലിൽ വരുന്ന ടെക്നിക്കൽ ചേഞ്ചസ്, ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നുള്ളത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, നമ്മൾ കാര്യങ്ങളെ പിന്നെ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ ലോജിക്കലി ക്ലാരിറ്റിയോടുകൂടെ എങ്ങനെ അതിനെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നൊക്കെയുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടും ഒന്ന് അവെയർ ആയിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും അതിനെ കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ അപ്രോച്ച് ചെയ്യുക. നമ്മളെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെങ്കിലും സ്റ്റുഡൻറ്റ് ലൈഫിലാണെങ്കിലും ഇപ്പം തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഫഷനിലെത്തുമ്പോൾ കുറച്ചും കൂടി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു മോർണിംഗിൽ എണീറ്റിട്ട് എനിക്ക് നല്ലൊരു ക്രിട്ടിക്കൽ തിങ്കർ ആവണം എന്ന് വെച്ചാൽ നടക്കില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഓരോ ദിവസം ചെല്ലുന്തോറും അതിങ്ങനെ ഓരോ കാര്യങ്ങളിലും അതിന് അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവന്നിട്ട് ആ ഏരിയകളൊക്കെ കുറേശ്ശായിട്ട് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഡിജിറ്റൽ എജിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ധാരാളം സോഫ്റ്റ്വെയറുകൾ, ടൂളുകളൊക്കെ നമ്മൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പ്ലാറ്റ്ഫോമുകളുണ്ട്, ടെക്നിക്കൽ ടൂളുകളുണ്ട്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഓരോ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്ന ടെക്നിക്കൽ ടൂളുകൾ എന്താണ്, അത് പഠിച്ചെടുക്കുക. അപ്പം നമ്മൾ ഏറ്റവും ലളിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു കാര്യം എന്നുള്ള രീതിയിൽ ഞങ്ങളൊക്കെ ഈ തൊഴിലന്വേഷിച്ച് വരുന്ന കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ പോലും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാവുന്ന കുട്ടികളെ വളരെ കുറച്ചേ കാണാറുള്ളൂ. കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തൊഴിലന്വേഷിച്ച് വരുന്ന കാൻഡിഡേറ്റ്സ്.
എല്ലാവരും പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുറച്ചും കൂടെ അതിൻ്റെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് ഒക്കെ പഠിച്ച് അതിൻ്റെ ടൂളുകളും അതിൽ നിന്ന് ചെയ്യാവുന്ന മാക്സിമം ചെയ്തെടുക്കാവുന്ന രീതിയിൽ പഠിക്കുന്നത് എത്ര പേരുണ്ടെന്ന് വെച്ചാൽ വളരെ കുറവാണ്. ബേസിക്കായിട്ട് മാത്രം പഠിച്ചു വരിക എന്നുള്ളത്. അപ്പം പക്ഷേ എക്സൽ അറിഞ്ഞു കഴിഞ്ഞാൽ ധാരാളം സാധ്യതകൾ തൊഴിൽ മാർക്കറ്റിൽ ഉണ്ടാവും. കാരണം കുറേ ആൾക്കാർ ഇപ്പോഴും, അല്ലെങ്കിൽ കുറേ ഇൻഡസ്ട്രിയിൽ എക്സൽ ഇപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ ഓരോ ടൂളുകളും, ഇപ്പം നിങ്ങൾ എഞ്ചിനീയറിംഗിലാണെങ്കിൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള നിങ്ങൾ ഉപയോഗിക്കേണ്ട ടൂളുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡിജിറ്റൽ അജിലിറ്റി എപ്പോഴും നമുക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ അനലറ്റിക്സ്, ഡാറ്റ, പിന്നെ മൈനിങ്, പിന്നെ ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഡീപ്പായിട്ട് പോകുന്നില്ലെങ്കിലും നമുക്കുണ്ടാകും. കാരണം ഇനി മുതൽ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഡാറ്റ ആണ് കുറേ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വരുന്നത്. നമ്മൾ എവിടെ നോക്കിയാലും ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഡാറ്റ അനാലിസിസിൽ സംഭവിക്കുന്നത്, ഡാറ്റ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണം, അനലൈസ് ചെയ്ത ഡാറ്റയെ നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പവർ ബി ഐ പോലെയുള്ള ടൂളുകളെ കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പവർ ബി ഇതൊക്കെ ഇതിൽ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ സാമ്പത്തിക ചെലവില്ലാതെ ഫ്രീ ആയിട്ടൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഒരു കാര്യം, നമ്മളൊരു മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ പറയുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻഡസ്ട്രി ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇൻഡസ്ട്രി ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇൻഡസ്ട്രിയിലും നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ തൊഴിലുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, എന്താണ് ഉണ്ടാവേണ്ടത്, അപ്പോൾ ആ മാർക്കറ്റിനെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കണം. ആ മാർക്കറ്റിൻ്റെ ഒരു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ബിഗ് പിക്ചർ ഓഫ് ദ മാർക്കറ്റ്. അവിടുത്തെ പിന്നെ ഇൻഡസ്ട്രി ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എങ്ങനെയാണ് നിൽക്കുന്നത്, അവിടുത്തെ ഒരു മേജർ ഗ്രോത്ത് ഏരിയാസ് എവിടെയാണ്, ഡിസ്റപ്ഷൻ വരുന്നുണ്ടോ, ഡിസ്റപ്ഷൻ എവിടെയാണ് വരുന്നത്, അതിൻ്റെ ഒരു സസ്റ്റൈനബിൾ മോഡൽ എങ്ങനെയായിരിക്കും, അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ ഒരു സസ്റ്റൈനബിൾ മോഡലിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, എന്തൊക്കെ വരുന്നുണ്ട്, പിന്നെ ഗ്ലോബലി ഉണ്ടാവുന്ന കുറേ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിനനുസരിച്ചിട്ട് ഇൻഡസ്ട്രിയുടെ ഷിഫ്റ്റ് എങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള മൂവ്മെൻ്റ് എങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പം നമുക്ക് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡസ്ട്രി എങ്ങനെ ബാധിക്കുന്നു, ഇൻഡസ്ട്രിയിൽ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രി അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അത് പഠിക്കുക എന്നുള്ളത് വളരെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കീ പ്ലെയേഴ്സ് ആരൊക്കെയാണ്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, അവിടുത്തെ ടോപ്പ് കമ്പനീസ് ആരാണ്, നമ്മളുടെ ഞാൻ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനി, അല്ലെങ്കിൽ ഞാൻ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ പിന്നെ മെയിൻ കോമ്പറ്റീറ്റർ ആരൊക്കെയാണ്, അവരുടെ ഒരു യുണീക്ക് എന്താ പറയുക, നമ്മൾ USP എന്ന് പറയില്ലേ, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, അല്ലെങ്കിൽ പിന്നെ യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്താണ്, അവരുടെ ഒരു പിന്നെ സെയിൽസിൽ എടുത്തു കഴിഞ്ഞാൽ, അല്ല ഗ്രോത്ത് എടുത്തു കഴിഞ്ഞാൽ എന്ത് കാരണത്താലാണ് ആ കമ്പനി ടോപ്പായിട്ട് നിൽക്കുന്നത്, അപ്പോൾ അവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും, അതെന്താണ്, അങ്ങനെ അവിടുത്തെ ഒരു സാലറി ബെഞ്ച് മാർക്ക് എന്താണ്, പിന്നെ ടിപ്പിക്കൽ സാലറി ബെഞ്ച് മാർക്ക് എങ്ങനെയാണ്, അതിൻ്റെ റേഞ്ച് എന്താണ്, ഇതൊക്കെ നമുക്ക് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിൽ പോയാൽ അറിയാനൊക്കെ പറ്റും. റിക്രൂട്ട്മെൻറ്റ് പാറ്റേൺ എങ്ങനെയാണ് ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, അവിടുത്തെ ഒരു പീക്ക് ഹയറിംഗ് സീസൺ എപ്പോഴാണ്, ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓരോരോ എന്താ പറയുക ജോഗ്രഫി അനുസരിച്ചിട്ട് ഹയറിംഗ് സീസണിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ അവിടുത്തെ ഇപ്പം ഗൾഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറയുന്നത് പീക്ക് സമ്മറാണ്. അപ്പോൾ പീക്ക് സമ്മറിൽ ചിലപ്പം മാസീവായിട്ടുള്ള ഹയറിങ് ചിലപ്പോൾ ഉണ്ടാവില്ല. കാരണം കുറേ ഡിസിഷൻ മേക്കേഴ്സൊക്കെ ഹോളിഡേയിലും കാര്യങ്ങളൊക്കെ ആവും. പിന്നെ അവരൊരു ബഡ്ജറ്റിങ്ങിൻ്റെ ഒരു ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞ് അപ്പോൾ ആ ബഡ്ജറ്റിംഗ് ടൈമിൽ ചിലപ്പോൾ അവർ അടുത്ത കൊല്ലത്തോട്ടുള്ള ഹയറിങ്ങിൻ്റെ ഒക്കെ ബഡ്ജറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിന് അവരെ ഫൈനാൻഷ്യൽ ഇയർ ഇപ്പോഴൊന്നും അറിയേണ്ടി വരും, ബഡ്ജറ്റിംഗ് ടൈം അറിയണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആ പാറ്റേണൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതിൽ തന്നെ ഏത് റിക്രൂട്ട്മെൻറ്റ് ചാനൽസാണ് മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത്, പിന്നെ നേരത്തെ പറഞ്ഞ ഇൻറ്റേർണൽ റെഫറൻസ് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ ഈ ഇൻഡീഡ് പോലെയുള്ള നൗക്കരി ഗൾഫ് പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ആണോ ഉപയോഗിക്കുന്നത്. റിക്രൂട്ടിങ്ങിന് നമ്മൾ ഹെഡ് ഹണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, കുറേ കൂടെ സീനിയർ പോസ്റ്റുകളൊക്കെ പിന്നെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഹെഡ് ഹണ്ടേഴ്സ് വഴിയാണ്. അപ്പോൾ അങ്ങനെ ആ മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് ഇൻഡസ്ട്രി പ്രാക്ടീസസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്.
അവിടുത്തെ ഒരു കോമൺ വർക്ക് ഫ്ലോ മെത്തഡോളജി ഒക്കെ ഉണ്ടായിരിക്കും. ഓരോ ഇൻഡസ്ട്രിയിലും അതിൻ്റെതായ പ്രാക്ടീസുകളുണ്ടായി. നമ്മൾ നേരത്തെ ഈ കാര്യം പറഞ്ഞിരുന്നു, ഗവേണൻസ് പറഞ്ഞു കൊടുത്ത്. അപ്പം അവരുടെ ഒരു പ്രൊജക്റ്റുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാലോ അജൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ട് ഒരു പ്രൊജക്റ്റിന് കുറേ കൂടെ അജൈൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്ക്രം അജൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പ്രൊജക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, പണ്ടത്തെ പോലെയല്ല. അതിനെ കൂടെ പണ്ട് നമ്മളൊരു പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പം ഒരു പ്രശ്നം വരുമ്പോൾ അതിനെക്കുറിച്ചിട്ട് പെട്ടെന്നൊരു പ്രൊജക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ടാവും. പിന്നെ ആ ചേഞ്ചൊക്കെ നോക്കി പിടിച്ചിട്ടൊക്കെ വരിക എന്നുള്ളതായിരിക്കാം. ഇപ്പം അതിൽ നിന്ന് മാറിയിട്ട് ആ ചേഞ്ചിനെ കൂടെ അതിൽ കൊണ്ടുവന്നിട്ട് ആ പ്രൊജക്റ്റിൻ്റെ ഫ്ലോനെ ബാധിക്കാതെ തന്നെ വരാൻ പോകുന്ന ഈ ഡിസ്ട്രപ്ഷൻസ് ഒക്കെ മുൻകൂട്ടി കണ്ടിട്ടോ അല്ലെങ്കിൽ ചേഞ്ച് കണ്ടിട്ട് അതിനനുസരിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിട്ടൊക്കെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അത് ഡിസ്കസ് ചെയ്യുന്നു, അത് സൂപ്പർവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു ലീഡർ ഉണ്ടാവുന്നു, അയാൾ അതിനെ വെച്ച് പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റിനെ ബാധിക്കാത്ത രീതിയിൽ തന്നെ ഈ ചേഞ്ച് ലോകത്തിലെ ഏത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണെങ്കിലും മറ്റ് എക്കണോമിക് ചേഞ്ച് ആണെങ്കിലും ഒക്കെ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് പോകുന്ന ഒരു രീതിയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. അപ്പം എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളതാണ്. അവിടുത്തെ SOPs, സ്റ്റാൻഡേർഡ് ഓപ്പറേഷണൽ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതാത് ഇൻഡസ്ട്രിയിലെ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവിടെ എന്തെങ്കിലും സ്പെസിഫിക് ഫ്രെയിം വർക്കുകളുണ്ടോ, അല്ലെങ്കിൽ കോമൺ മോഡൽസ് ഉണ്ടോ എന്നുള്ളത്, ബെസ്റ്റ് പ്രാക്ടീസ് എന്താണ്, അങ്ങനെ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്രാക്ടീസുകളെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കുക. അവിടെ റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകുമ്പോൾ ഓരോരോ ഇൻഡസ്ട്രിക്കും അതിൻ്റെതായ, ഞാൻ നേരത്തെ പറഞ്ഞ ഹെൽത്തിൻ്റെതായ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ഇൻഷുറൻസ് ഇൻഡസ്ട്രിക്ക് അവരുടെ ഉണ്ടായിരിക്കും, ഫൈനാൻസ് ഇൻഡസ്ട്രിക്ക് അതിൻ്റെ ഉണ്ടായിരിക്കാം, IT ഇൻഡസ്ട്രിക്ക് വേറെ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡുകൾ ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടത് അറിയാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അവിടെ അതാത് ഇൻഡസ്ട്രികൾ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ, ടൂളുകൾ, സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ട് അറിയാൻ ശ്രമിക്കുക. അതിൻ്റെ ബേസിക് ജാർഗൻസും ടെർമിനോളജീസും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ലോജിസ്റ്റിക് ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഇൻകോ ടേംസ് ഉണ്ട്. എക്സ് വർക്ക്, DA, CIP, CIF, പിന്നെ DDP എന്നൊക്കെ പറഞ്ഞിട്ട് ഡെലിവറിയുടെ കുറേ ടേംസുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഗുഡ്സ് എങ്ങനെ ഡെലിവറി ചെയ്യണം എന്നുള്ളതിൽ. അപ്പോൾ അങ്ങനെ ഇപ്പം വേറൊരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ സാധാരണ ബിസിനസ്സിലൊക്കെ KPI പറയാറുണ്ട്, ROI ഉണ്ട്, B2B ഉണ്ട്, FTE എന്ന് പറഞ്ഞിട്ട് ഫുൾ ടൈം എംപ്ലോയി ഇക്വാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ടെർമിനോളജീസ്, ബസ് വേർഡുകൾ ഒക്കെ ഇൻഡസ്ട്രിയിൽ ഓരോ ഇൻഡസ്ട്രികളിലും നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അബ്രീവിയേഷൻസ് ഉണ്ടാവും, പിന്നെ രാജ്യങ്ങളെ കുറിച്ചിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്നുള്ളതിന് പറഞ്ഞാൽ എഴുതുമ്പോൾ ചിലപ്പോൾ ME എന്ന് മാത്രം എഴുതാറുണ്ട്. മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക എന്നുള്ള ME, മീന എന്ന് എഴുതാറുണ്ട്. അപ്പം നമ്മൾ ASEAN എന്നൊക്കെ ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്ന പോലെ അബ്രീവിയേഷൻസ്, പിന്നെ ഇങ്ങനെയുള്ള ബ്ലോക്കുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതുണ്ടാവാം. അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രോസസ്സിന്, ഇപ്പോൾ IFRS എന്ന് പറയുന്ന ഫൈനാൻസിൽ നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് IFRS എന്ന് പറയുന്നത്, അങ്ങനെ വലുതാക്കി ആരും പറയാറില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും ബേസിക് ജാർഗൻസ് ഉണ്ടാവും, അവർ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് ഉണ്ടാവും. അത്തരം കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്യുക, ആൾക്കാരായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കുറേ ആൾക്കാർ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി ഞാൻ കാണിക്കാം. ഓരോരോ ഇൻഡസ്ട്രിയിലും നമുക്ക് വേണ്ട കുറച്ച് നോളജ് എന്തായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സാമ്പിൾസ് ഞാൻ വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇൻഡസ്ട്രിയിലോട്ടും അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. വേറൊരു കാര്യം, ഇതിൻ്റെ കൂടെ ഇതെല്ലാം ഒരു ഗൈഡ് ലൈനായിട്ട് എടുക്കുക. ഇതേപോലെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആവില്ല. അപ്പം ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒരു ഗൈഡ് ലൈനായി എടുത്തിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷനും നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനൊക്കെ വെച്ചിട്ട് ഇതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ഇതെങ്ങോട്ടാണ് പോകുന്നതിനനുസരിച്ച് ഇതിനനുസരിച്ചായിരിക്കണം നിങ്ങളതിനെ കസ്റ്റമൈസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ എൻട്രി ചെയ്യാൻ പോകുന്ന ഒരു ഫ്രഷറാണ്, ലോജിസ്റ്റിക്സിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും മിനിമം അയാൾക്ക് ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊരു കൃത്യമായ ധാരണ അയാൾക്ക് ഉണ്ടായിരിക്കണം. ഈ സ്കില്ലുകൾ പുള്ളിക്ക് സ്കില്ലും നോളജും ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെന്ററി മാനേജ്മെൻറ്റ്, ഓപ്റ്റിമൈസേഷൻ, വെയർ ഹൗസ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, ഡിമാൻഡ് പ്ലാനിങ്, പിന്നെ സസ്റ്റൈനബിൾ ലോജിസ്റ്റിക്സ്, റിവേഴ്സ് ലോജിസ്റ്റിക്സ്, റിസ്ക് മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ്, പിന്നെ UMS, TMS, അങ്ങനെയുള്ള. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് നമ്മളുടെ ഈ സ്ലൈഡിന് പരിമിതികൾ ഉള്ളത് കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പ്രസൻറ്റ് ചെയ്തെന്നുള്ളൂ. ഇതിൻ്റെ ഈ ലിസ്റ്റ് എത്രയും വലുതാക്കാം നമുക്ക്.
എസ്പെഷ്യലി ഡിമാൻഡ് പ്ലാനിംഗ് ഒക്കെ വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു സാധനമാണ്. വളരെ സാധ്യതകളുള്ള ഒരു മേഖലയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ. അപ്പം അതിനകത്ത് സ്കിൽഡ് ആയിട്ടുള്ള നോളജബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ ലോകമെമ്പാടും ഉണ്ട് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. HR ജോയിൻ ചെയ്യാൻ പോണ ഒരാളാണെങ്കിൽ ബേസിക്കലി HR ഫണ്ടമെൻറ്റ്സ് അറിയണം, ടാലൻറ്റ് അക്വിസിഷനെ കുറിച്ച് അറിയണം, എംപ്ലോയി റിലേഷൻസ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. ഇപ്പം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെ HR-നകത്ത്, ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിതിൻ ദി HR ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നല്ല ട്രെയിനിങ് സാധ്യതകൾ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം. നല്ല ട്രെയിനർ ആണെങ്കിൽ, HR കൂടെ പഠിച്ച ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരുപാട് സാധ്യതകൾ ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഏരിയയിലുണ്ടാവും. പിന്നെ HR-നകത്ത് ടെക്നോളജീസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്നു. അനലറ്റിക്സ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും കുറേ കൂടെ അനലൈസ് ചെയ്തിട്ടാണ് എംപ്ലോയി പെർഫോമൻസ് ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ അതിനൊക്കെ KPI ഒക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. എംപ്ലോയിയുടെ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ്സ് നമ്മൾ നേരത്തെ ഗവേണൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരോ രാജ്യങ്ങളും അതിനനുസരിച്ച് അല്ലെങ്കിൽ കമ്പനികൾ അവരുടേതായ രീതിയിലൊക്കെ ഉള്ള പിന്നെ നോംസ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പേറോളുണ്ട്. ഓൺ ബോർഡിങ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് ബോർഡിങ്. ഒരാൾ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലോങ് പ്രോസസ്സ് ഉണ്ടാവാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അയാൾ ഓഫ് ബോർഡിങ് എങ്ങനെയാണ് നടക്കേണ്ടത്, ചേഞ്ച് മാനേജ്മെൻറ്റ്, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ HR-ൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത്. വ്യത്യസ്ത പിന്നെ ആൾക്കാരെ, വ്യത്യസ്ത റേസ്, എത്തിനിസിറ്റി, ഏജ്, സെക്ഷൽ ഓറിയൻറ്റേഷൻ, റിലീജിയൻ, ഡിസബിലിറ്റി അല്ലെങ്കിൽ പിന്നെ എഡ്യൂക്കേഷനൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫെയർനെസ് എല്ലാവർക്കിടയിലും, എല്ലാവർക്കും ഈക്വൽ ആക്സസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരു നല്ലൊരു വർക്ക് എൻവയോൺമെൻറ്റ്, എംപ്ലോയീസിന് എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെ ഇന്ന് ഇപ്പം DEI എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിനാഷണൽസിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇതൊക്കെ വരുന്നത് HR-നകത്താണ്. ഇപ്പം നമ്മളൊരു HR-ലൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിനപ്പുറത്ത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സിലബസിനപ്പുറത്ത് പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ പിന്നെ ഒരു ജോബ് സീക്കർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ജോബ് ഹണ്ടർ എന്നുള്ള രീതിയിൽ പഠിച്ചെടുക്കുക. അതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഫൈനാൻസിൽ പോകുന്ന ഒരാളാണെങ്കിൽ കുറേ കൂടെ ഡീപ്പായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം ഫൈനാൻസ് ഒരു വ്യത്യസ്ത നമ്മളുടെ പഠിക്കുന്ന ഫൗണ്ടേഷൻ, അപ്പം ഫൈനാൻസിൻ്റെ ഫൗണ്ടേഷൻ എല്ലാവരും പഠിക്കുന്നത് ഒന്ന് തന്നെയാണ്. കൊമേഴ്സും പഠിച്ചിട്ടാണെങ്കിലും എന്നാണെങ്കിലും വ്യത്യസ്ത ഇൻഡസ്ട്രിയിൽ പോകുമ്പം അവിടുത്തെ പ്രാക്ടീസിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. അപ്പം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഫൈനാൻസ് റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ബേസിക് റൂൾസും പ്രിൻസിപ്പിൾസും ഒക്കെ ഒന്നാകുമ്പോൾ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സൈഡിൽ കുറച്ച് മാറ്റങ്ങളുണ്ടാവാം. അവിടുത്തെ ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റിൽ മാറ്റങ്ങളുണ്ടാവാം. അവർ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻവെൻട്രിയിൽ മാറ്റങ്ങളുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കൂടെ ബ്രോഡായിട്ടുള്ളൊരു പിന്നെ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഇൻ ഡിമാൻഡ് സ്കിൽസ് ഇൻ ഫൈനാൻസ്, അനലറ്റിക്സ്, മോഡലിംഗ്, IFRS, ഗ്യാപ്പ് നോളജ്. ഇപ്പം US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ അധികവും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അവരുടെ ഒരു റിപ്പോർട്ടിംഗ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. IFRS കുറേ കൂടെ ഗ്ലോബലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡാണ്. അപ്പം നമ്മൾ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത് അവർ ഇപ്പം ഗ്ലോബലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 140 രാജ്യങ്ങളിലോളം IFRS ആണ് ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ, റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ IFRS നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഫൈനാൻസിൽ പോകുന്ന ഒരു കുട്ടിക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. ഗ്യാപ്പ് നമ്മൾ US കമ്പനികളൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ US കമ്പനികളുമായിട്ട് അവരവിടെ ഫയലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഗ്യാപ്പ് വഴിയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ളതാണ് ഗ്യാപ്പിൻ്റെ ഫുൾ ഫോം. അപ്പം അങ്ങനെ അതുപോലെ റിസ്ക് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, പിന്നെ ട്രഷറി, M&A, എൻവയറോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ഗവേണൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് ESG റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ESG റിപ്പോർട്ടിംഗ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ESG റിപ്പോർട്ടിംഗ് എന്താണ്, ESG റിപ്പോർട്ടിംഗ് ആർക്കാണ് ഇമ്പോർട്ടൻ്റ്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കുക എന്നുള്ളത്. ഡാറ്റ അനാലിസിസ്, ഫിൻടെക് നമുക്കറിയാം, ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്ത മെയിൻ ഏരിയകളിലൊന്ന് ഫൈനാൻസ് തന്നെയാണ്. ഇപ്പോൾ ബാങ്കിങ് എടുത്താലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫിൻടെക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ആണെങ്കിലും UPI ആണെങ്കിലും മറ്റ് ഏതൊക്കെ ചാനലുകളാണെങ്കിലും ഒക്കെ ഫിൻടെക്കിൻ്റെ ഭാഗമല്ലേ. AML ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്, ഡാറ്റ വിഷ്വലൈസേഷൻ. ഇപ്പം ഡാഷ്ബോർഡ്
ഒരുപാട് കമ്പനികളൊക്കെ ഡാഷ്ബോർഡ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവരുടെ ആ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ് പവർ ബി ഐ, ടാബ്ലോ ഒക്കെ പോലെയുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത്, അതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ RPA എന്ന് പറയുന്നത്, ബ്ലോക്ക് ചെയിൻ ആൻഡ് ക്രിപ്റ്റോ കറൻസി അക്കൗണ്ടിങ്, സൈബർ സെക്യൂരിറ്റിയുടെ ബേസിക് അവയർനെസ്, എന്താണ് സൈബർ സെക്യൂരിറ്റി, എന്താണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതിൻ്റെ പ്രിക്കോഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളത് ഫൈനാൻഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ്. അയാളെ കുറേ കൂടെ അയാളുടെ പ്രൊഫൈൽ വാല്യൂ ചെയ്യാനും ആ പ്രൊഫൈലിൽ ഒരു നല്ല എന്താ പറയുക വാല്യൂ ഉണ്ടാവാനും ഇത്തരം നോളജുകളും സ്കില്ലുകളും നമ്മളെ സഹായിക്കും. ഇപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഫൈനാൻസ് പഠിച്ച ഒരാൾ തന്നെ സെയിൽസിലും കൂടി പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കുറേ കൂടെ പ്രൈസിങ് സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് പഠിക്കുക. മാർക്കറ്റിൻ്റെ ഒരു അവയർനെസ് എന്താണ്, മാർക്കറ്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കോമ്പറ്റീറ്റേഴ്സ് ആരാണ്, എന്താണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽസ് എന്താണ്. കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടുതലായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയ ഒരു ടൂളാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പിന്നെ അഗെയിൻ എക്സൽ ആൻഡ് വിഷ്വൽ പിന്നെ ഡാറ്റ വിഷ്വലൈസേഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. നമ്മളൊരു സെയിലിൽ പോകുമ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റിനെ, സർവീസിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ പെർസ്യൂഡ് ചെയ്യാൻ പറ്റണം, അതിനെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റണം, ആ ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, കോൾഡ് കോളിംഗ് എന്താണ്, സെയിൽസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് സെയിൽസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കുറേ ഏരിയകളുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ജോലി അന്വേഷിക്കാൻ പോകുന്ന ആൾക്കാർക്ക്, നിങ്ങൾ ഏത് മാർക്കറ്റിലാണോ ജോലി അന്വേഷിക്കാൻ പോകുന്നത്, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൾഫിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഗൾഫിൽ പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ ഇരുന്നിട്ട് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇതൊക്കെ ചെയ്തിട്ട് നാളെ ഗൾഫിലെത്തുമ്പം ഡേ 1 മുതൽ നിങ്ങൾക്ക് മാർക്കറ്റിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ ചെന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാവും, കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ, ലേൺ ചെയ്യാൻ, അത് മനസ്സിലാക്കാൻ ദിവസങ്ങളെടുക്കും. അത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ നഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഗൾഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ 1 മാസത്തെ 2 മാസത്തൊക്കെ വിസ ഒക്കെ എടുത്തിട്ട് വന്നവരാവാം. അപ്പോൾ ആ വിസയിൽ അത്രയും ദിവസമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് മാർക്കറ്റിൽ പോവുകയാണെങ്കിലും ആ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ സൈഡിൽ നിന്നുള്ള പ്രിപ്പറേഷനുമായിട്ട് ഇതിനെ കാണുക. ആ അർത്ഥത്തിൽ നിങ്ങൾ പ്രിപ്പയർ ആവുക എന്നുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പിന്നെ കുറേ കൂടെ നമ്മുടെ റെസ്യൂമെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ എന്തൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളുടെ ഒരു 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 ജോബ് ടൈറ്റിൽ, നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് ടൈറ്റിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറ്റഫോറിക്കലായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലൊക്കെ പറയാൻ പറ്റും. പിന്നെ എങ്ങനെയാണ്, എന്ത് ടൈപ്പ് ഓഫ് ജോബ് ടൈറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കാണുന്നത്? നിങ്ങളുടെ ഒരു എന്താ പറയുക, ഈ വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇഫ് യുവർ പേഴ്സണാലിറ്റി വേറെ ജോബ് ടൈറ്റിൽ വാട്ട് വുഡ് ഇറ്റ് ബി? അതിനൊന്ന് ആൻസർ ചെയ്താൽ നന്നായിരുന്നു എല്ലാവരും. ഇഫ് യുവർ പേഴ്സണാലിറ്റി വേറെ ജോബ് ടൈറ്റിൽ വാട്ട് വുഡ് ഇറ്റ് ബി? ആർക്കും ആൻസർ ഇല്ലേ? ഇഫ് യുവർ പേഴ്സണാലിറ്റി വേർ യുവർ ജോബ് ടൈറ്റിൽ വാട്ട് വുഡ് ഇറ്റ് ബി? People's manager, creative writer, very good. Do for others' welfare, correct. Listener, yes. Okay. എൻ്റെ കയ്യിൽ കുറച്ച് ടൈറ്റിൽസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂടെ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ ഒന്ന് ഉണർത്താൻ വേണ്ടിയിട്ട്, യു കുഡ് ബി എ ചീഫ് ക്യൂരിയോസിറ്റി ഓഫീസർ, ഓൾവേസ് ആസ്കിങ് വൈ നോട്ട്. You could be a director of daydreams, the one who turns idle thought into gentle blueprints for a better world. You could be an empathy engineer. You could be a spreadsheet whisperer.
യു കുഡ് ബി എ സൈലന്റ് സ്ട്രാറ്റജിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമ്മളുടെ തോട്ട് പ്രോസസ്സിനെ കുറച്ചും കൂടി ഭംഗിയാക്കാനും അതുപോലെ തന്നെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കുറേ കൂടെ കൺവിൻസിങ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനൊക്കെ ഇത്തരം വാക്കുകളെ അല്ലെങ്കിൽ ഇത്തരം ഉത്തരങ്ങൾ ഉപയോഗിക്കാം. ഇതിനെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ടൈറ്റിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടെത്തിയ കുറച്ച് ആൻസേഴ്സ്. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളുടെ പിന്നെ സ്കില്ല് എന്തൊക്കെ സ്കില്ല് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യുമ്പം നമുക്കുണ്ടാവേണ്ട കാര്യങ്ങൾ, ഇൻഡസ്ട്രി ഇൻ്റലിജൻസ് എന്താണ് എന്നുള്ളതുണ്ട്. ഇതിനെ കൂടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു ലൈഫ് ലോങ് ലേണർ ആവുക എന്നുള്ളത്. അപ്പം ലൈഫ് ലോങ് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. എല്ലാവർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി ജോലിയിൽ ചേരാൻ പോകുന്നവർക്കൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്നാണോ റിട്ടയർ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നത് അതുവരെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ലൈഫ് ലോങ് ലേണിംഗ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ സ്ലൈഡിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം പിന്നെ റെസ്യൂമെ ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി നമുക്ക് ഉണ്ടാവേണ്ട ഒരു റെസ്യൂമേക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനൊരു നല്ല ഹെഡർ ഉണ്ടാവുക. ഹെഡർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരുണ്ടാവണം, ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ആൻഡ് ഫോൺ നമ്പർ. പിന്നെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ സമ്മറി അതിനകത്ത് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കോമ്പിറ്റൻസീസ് അതിന് താഴെ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈൽ കൊടുക്കാം, സർട്ടിഫിക്കേഷൻസ്, പ്രോജക്ട്സ് ആൻഡ് ഇൻറ്റേൺഷിപ്സ്, എക്സ്ട്രാസ് കൊടുക്കാം, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്. നമ്മളൊരു ഗൾഫ് പേഴ്സ്പെക്റ്റീവിലൊക്കെ കാണുമ്പോൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് വിസ സ്റ്റാറ്റസ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിസിറ്റ് വിസയാണോ, അതല്ല ഹസ്ബൻഡിൻ്റെയോ പാരൻസിൻ്റെയോ ഒക്കെ സ്പോൺസർഷിപ്പിലാണോ എന്നുള്ളത് കാണിക്കാം. കാരണം അത് എംപ്ലോയർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഏത് സ്റ്റാറ്റസിലാണുള്ളത്. കാരണം നിങ്ങളുടെ അത്തരം വിസ ഫോർമാലിറ്റീസിൻ്റെ പ്രൊസീഡിങ്സിന് അത് ആവശ്യപ്പെടും. കുറേ ആൾക്കാർ പാരൻസിൻ്റെ പേര്, പിന്നെ നാട്ടിലെ അഡ്രസ്സ്, പാസ്പോർട്ടിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലാണ്, പിന്നെ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ കിട്ടിയാലാണ് പിന്നെ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുള്ളൂ. പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഒക്കെ നോക്കുക. പക്ഷേ ഗൾഫിൽ വരുമ്പോൾ എന്തായാലും ഒരു മിനിമം വാലിഡിറ്റി പാസ്പോർട്ടിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമുള്ളതല്ല. പിന്നെ ഇപ്പോൾ നമ്മളെ പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കമ്പനിയെ സംബന്ധിച്ച് അത്ര റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അക്കാഡമിക് പ്രൊഫൈൽ വെക്കുമ്പോൾ കുറേ ആൾക്കാർ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുവിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വെക്കാറുണ്ട്. 10ാം ക്ലാസ് പഠിച്ച സ്കൂൾ, പ്ലസ് ടു പഠിച്ച ബോർഡ് അല്ലെങ്കിൽ സ്കൂളൊക്കെ. അത് നിർബന്ധമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് തന്നെ പറയാം. നിങ്ങൾ ഗ്രാജുവേഷൻ മുതൽ മുകളിലോട്ടുള്ളത് കാണിച്ചാൽ മതി. പ്രൊഫഷണൽ സമ്മറി കാണിക്കുമ്പം വളരെ ശ്രദ്ധിക്കുക. ഇപ്പോഴും കുറേ ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് നമ്മൾ വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പിന്നെ ലുക്കിംഗ് ഫോർ എ ജോബ് എന്ന രീതിയിൽ. അതായത് നമ്മുടെ നീഡാണ് നമ്മൾ പറയാറുള്ളത്. എനിക്കൊരു ജോലി വേണം, പിന്നെ ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ടെന്ന് ചില ആൾക്കാർ പറയും. നമ്മൾ നീഡ് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ പ്രൊഫഷണൽ സമ്മറിയിൽ നമ്മൾ ആരാണെന്ന് പറയാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ അങ്ങനെ, നമ്മളൊരു മാസ്റ്റേഴ്സ് ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന സ്കില്ല് നമുക്കുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് തന്നെ എന്തെങ്കിലും നമ്മളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഡ്യൂറിങ് അവർ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴുള്ള പ്രോജക്റ്റിലൊക്കെ അക്കംപ്ലിഷ്മെൻറ്റ്സിനെ ക്വാണ്ടിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറേ കൂടെ നല്ലതാണ്. അപ്പം കുറച്ചും കൂടെ അതിനൊരു വാലിഡിറ്റി ഉണ്ടാവും. അത് ഈസി ആയിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. വായിക്കുന്ന ആൾക്കത് അതിനകത്തൊരു പൊരുളുണ്ടെന്നും ഇയാൾ വെറുത്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ വളരെ ബ്ലൈൻഡായിട്ട് ഒരു നോർമൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ആരാണെന്നും നമുക്ക് എന്ത് സ്കില്ലുണ്ടെന്നും നമ്മൾ എന്താണ് ചെയ്തത്, നമ്മൾ ചെയ്തത് വെച്ചിട്ട് എന്ത് സംഭവിച്ചു, വാട്ട് വാസ് ദ റിസൾട്ട് ഓഫ് അവർ ആക്ഷൻ. നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്, അങ്ങനെ ഒരു മെത്തേഡ് സാധാരണഗതിയിൽ CV-യിലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പ്രൊഫഷണൽ സമ്മറി നന്നാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പിന്നെ അതിന് നമുക്കിപ്പം AI ടൂളുകൾ യൂസ് ചെയ്യാൻ പറ്റും. ധാരാളം AI ടൂളുകൾ ഇപ്പം ഈ CV ചെക്ക് ചെയ്യാനുണ്ട്, CV-യുടെ ഫോർമാറ്റ് ചെക്ക് ചെയ്യാനുണ്ട്, CV-യിൽ ഏറ്റവും ഭംഗിയായിട്ട് പിന്നെ വാക്കുകൾ തരാനുണ്ട്, അതിൻ്റെ പിന്നെ എന്താ പറയുക സീക്വൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ നോക്കാനുള്ള ധാരാളം AI ടൂളുകളുണ്ട്. അത് ചെക്ക് ചെയ്യാനുണ്ട്, അതിനകത്ത് ഗ്രാമറും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്.
അപ്പം ആ AI ടൂളുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളുടെ പിന്നെ കീവേഡുകളൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഇങ്ങനെയുള്ള CV-കളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കമ്പനികൾ ഇപ്പം ATS എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ATS-ലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ആ കീവേഡുകൾ മാച്ച് ചെയ്യുന്നുണ്ട് ഉറപ്പൊക്കെ. എൻ്റെ ഒരു സ്ലൈഡ് ATS ഉണ്ട്, അപ്പോൾ ഞാൻ ആ സമയത്ത് അതിനെക്കുറിച്ച് പറയാം. പിന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള അനാവശ്യമായ ഈ ഫാൻസി ഫോണ്ടുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക, വളരെ ക്ലീൻ ഫോർമാറ്റിംഗ് ആവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം CV-യുടെ കാര്യത്തിൽ അത് പ്രൂഫ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താലും ധാരാളം തെറ്റുകൾ CV-യിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സ് വായിച്ചു നോക്കിയാലും നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പം പലവരും അവരുടെ CV പ്രൂഫ് റീഡ് ചെയ്യാറില്ല. അപ്പോൾ നമ്മളെ CV നമ്മളെക്കുറിച്ചാണ്. CV എന്ന് പറയുന്ന ഡോക്യുമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരാണെന്ന് നമ്മളെ അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഡോക്യുമെൻ്റാണ് CV. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ ടൈറ്റിൽ ഇട്ട പോലെ യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓൺ പേപ്പറാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭംഗിയായി പറഞ്ഞു കൊടുക്കണം, വായിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണം. ആ അർത്ഥത്തിലായിരിക്കണം അതിനെ പ്രസൻറ്റ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അത് പ്രൂഫ് റീഡ് ചെയ്തിട്ട് അതിനകത്ത് ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ല, റെപ്പിറ്റേഷൻസ് ഇല്ല, പിന്നെ മനസ്സിലാവാത്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ടില്ല, നമുക്കറിയാത്ത കാര്യങ്ങളും എഴുതി വെച്ചിട്ടില്ല. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് കുറേ ആൾക്കാർ കോപ്പി പേസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ ടൈപ്പിംഗ് സെൻറ്ററോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു CV ഉണ്ടാക്കാൻ പറയും. അപ്പോൾ അവർ നമ്മളുടെ പേരും നമ്മളുടെ ക്വാളിഫിക്കേഷനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് അവിടെ ഉള്ള ഒരു ടെംപ്ലേറ്റിൽ അത് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരും. ചിലപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാത്തത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ CV വായിച്ചിട്ട് നമ്മൾ ഒരു ഹയറിംഗ് മാനേജർ നമ്മളോട് ചോദിക്കുകയാണ് ഇത് അങ്ങനെയല്ലേ ഇതിങ്ങനെ ചെയ്ത് സാറേ എനിക്കതറിയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വെച്ചാൽ നമ്മളൊരു റോങ് ഇംപ്രഷൻ അവിടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിക്കുമ്പം അത് അവിടെ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ നുണ പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഒന്നും കൂടി ആഴത്തിൽ പോകുമ്പം കമ്പനിയുടെ വാല്യൂ സിസ്റ്റത്തിൽ നിങ്ങൾ എടുക്കാൻ പറ്റില്ല, കാരണം ഇയാൾ നുണ പറയുന്ന ആളാണെന്നുള്ള ചിന്ത വരെ കൊണ്ടുവരാവുന്ന ഒരു ആക്ഷനാണത്. സത്യത്തിൽ നമ്മളറിയാതെ ഏതോ ഒരാൾ ഉണ്ടാക്കിയ CV-യിൽ വന്ന അബദ്ധം മാത്രമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ CV പ്രൂഫ് റീഡ് ചെയ്യാതെ ഒരിക്കലും നിങ്ങൾ ഒരാൾക്ക് അയച്ചു കൊടുക്കരുത്. അത് പ്രൂഫ് റീഡ് നിങ്ങളൊന്നും പ്രൂഫ് റീഡ് ചെയ്യുക, നിങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ജോബ് ഹണ്ടേഴ്സ്. നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ചും കൂടി സീനിയർ ആയിട്ടുള്ള HR മാനേജേഴ്സോ HR-ലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് പറയും CV ഒന്ന് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ അവർ അതിനനുസരിച്ചിട്ട് അത് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനിയുള്ളത് നേരത്തെ പറഞ്ഞ ആപ്ലിക്കൻ ട്രാക്കിംഗ് സിസ്റ്റത്തിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം കീവേഡ്സ് ആർ കിങ്. അപ്പോൾ കീവേഡുകൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രൊഫഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പം അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്ന ഇപ്പോൾ PHP ഡെവലപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗിലാണെങ്കിൽ അതിനാവശ്യമുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫൈനാൻസിലാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടാവും, എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് പ്രൊഫൈൽ അതിനകത്തുണ്ടാവും. അപ്പോൾ ആ പ്രൊഫൈല് നിങ്ങളെ ATS-ൽ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിനായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഫോർമാറ്റിംഗ് വളരെ സിമ്പിളാക്കുക. അതിൻ്റെ റൈറ്റ് ടൈപ്പ് ഫയൽ ടൈപ്പ് എന്താണ്? ചില കേസിൽ വേർഡ് ഫോർമാറ്റ് ആയിരിക്കാം, ചില കേസിൽ PDF ഫോർമാറ്റ് ആയിരിക്കാം. അപ്പോൾ ഏത് ഫോർമാറ്റാണ് അത് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. നിങ്ങളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. കമ്പനിക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ വളരെ ലോങ് ആയിട്ടുള്ള ഇമെയിൽ ID ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഷോർട്ടൺ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന, ആൾക്കാർക്ക് ടൈപ്പ് ചെയ്യാവുന്ന, നോട്ട് ചെയ്യാവുന്ന ഇമെയിൽ ID ആക്കി മാറ്റുക. കാരണം നമ്മൾ വളരെ ലോങ് ആയിട്ടുള്ള ഇമെയിൽ IDയിലൊക്കെ പോകുമ്പോൾ ടൈപ്പിംഗ് എറേഴ്സ് അവർക്ക് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു പക്ഷേ അയാളൊരു ഇമെയിൽ അയച്ചിട്ട് നമുക്ക് ആ ഇമെയിൽ കിട്ടില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ വളരെ ക്ലിയർ ആണ്. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ വീണ്ടും ഞാൻ ഗൾഫ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഗൾഫിൽ ജോലി അന്വേഷിച്ചിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ നമ്പറിൽ വാട്സാപ്പൊക്കെ വന്ന ഉടനെ തന്നെ വാട്സാപ്പ് ഒരു അക്കൗണ്ട് അവിടുത്തെ നമ്പറിലും കൂടി ആക്കി വെക്കുക. കാരണം നമ്മൾ പലപ്പോഴും കാണുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിനകത്ത് നാട്ടിൽ നമ്പറിലാണ്, കോൾ കൊടുത്ത നമ്പറിലാണെന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ ഏത് ജോഗ്രഫിയിലാണോ ഉള്ളത് ആ ജോഗ്രഫിയിലെ നമ്പർ നിങ്ങളുടെ പ്രൈമറി കമ്മ്യൂണിക്കേഷന് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അത് വാട്സാപ്പ് ആണെങ്കിലും ടെലഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ കോൾ ചെയ്യാനാണെങ്കിലും ഒക്കെ. മറ്റത് അവിടെ ഉണ്ടായിക്കോട്ടെ, അതവിടെ ഓണായിട്ട് കിടന്നാൽ മതി. പക്ഷെ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കംപ്ലീറ്റ് ആൾക്കാർക്ക്. അതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുട്ടികൾ പിന്നെ പിന്നെ ഈ കാൻഡിഡേറ്റ്സ് ഒക്കെ നമുക്ക് ദുബായിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കും, എന്തെങ്കിലും ജോലിയുടെ ഫോളോ അപ്പിനൊക്കെ അയക്കും. അപ്പോൾ ഇവർ ഈ നാട്ടിലെ നമ്പറിൽ നിന്ന് അയക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ആ നമ്പർ ആ കോഡ് കണ്ടാലൊക്കെ പറ്റില്ല. അതേ സമയത്ത് നമുക്ക് UAE നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവും, UAE-ൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. മറ്റേ നാട്ടിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് മെസ്സേജ് വന്നാൽ സാധാരണ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചു വിളിക്കാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ UAE മെസ്സേജ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പം തന്നെ തിരിച്ച് വിളിച്ചെന്നും വരാം.
അല്ലെങ്കിൽ ഖത്തർ മെസ്സേജ് ആണെങ്കിൽ സൗദി മെസ്സേജ് ആണെങ്കിലും ഒക്കെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഏത് ജോഗ്രഫിയിലാണോ ഉള്ളത് ആ ജോഗ്രഫിയിലെ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുന്നത് അവിടുത്തെ നമ്പറുകൾ അല്ലെങ്കിൽ അവിടുത്തെ അവിടെ അപ്രോച്ച് ചെയ്യാവുന്ന രീതിയിൽ തന്നെ അതിനെ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് മെഷറബിൾ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 10% സേവിങ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ അതിനൊന്ന് ഒപ്റ്റിമൈസ് ചെയ്തപ്പം ഞങ്ങൾ 10 ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലി 6 ദിവസം കൊണ്ട് തീർത്തു. അപ്പോൾ അതിനകത്തൊരു പിന്നെ ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ള മെഷറബിൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സെയിൽസിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു കാൻഡിഡേറ്റിന് പറയാൻ പറ്റും, സർ ഐ ആം എ ഗുഡ് സെയിൽസ്മാൻ, ഐ ഹാവ് ബീൻ ഡൂയിങ് മൈ സെയിൽസ് ഫോർ ദ ലാസ്റ്റ് 20 years എന്ന് പറയാൻ പറ്റും. അപ്പം അതേ സമയത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രൂവൺ അല്ല, അതിനകത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, അതിൽ ക്വാണ്ടിഫൈ ചെയ്തിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ അതേ അയാൾ തന്നെ ഐ ഹാവ് ബീൻ എക്സീഡിങ് മൈ സെയിൽസ് ടാർഗറ്റ് ബൈ 25% എവറി ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷറബിൾ ആണ്, അതിനകത്ത് ക്വാണ്ടിഫൈ ചെയ്തിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഈ ക്വാണ്ടിഫൈ ചെയ്തിട്ട് കാണിക്കുക എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പ്രൂഫ് റീഡും അത് ATS ആണെങ്കിലും നിങ്ങൾ പ്രൂഫ് റീഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ATSൽ പ്രത്യേകിച്ചും ഇപ്പം ധാരാളം വലിയ കമ്പനികളൊക്കെ നമ്മൾ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ATS ആണ് പ്രൈമറി സ്ക്രീനിങ് നടത്തുന്നത്, ബോട്ടാണ്. അപ്പോൾ ആ സ്ക്രീനിങ്ങിൽ നമ്മളൊരു പക്ഷേ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളെ കൊണ്ട് മാത്രം നമ്മൾ ചിലപ്പോൾ പുറന്തള്ളപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നെറ്റ്വർക്ക് എങ്ങനെ നമ്മളുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ മുന്നേ റെസ്യൂമേയുടെ റെസ്യൂമേയിൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഒന്നും കൂടെ ഉണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനേ ഉള്ളൂ. ടൈപ്പോസ് ആൻഡ് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ധാരാളം വരും. പിന്നെ ലാക്ക് ഓഫ് ക്വാണ്ടിഫയബിൾ റിസൾട്ട്സ്, പുവർ ഫോർമാറ്റിംഗ് ആൻഡ് റീഡബിലിറ്റി. നമ്മളൊരു മിസ്റ്റേക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുമ്പം വരാൻ സാധ്യതയുള്ള ഇതാണ്. അതൊക്കെ ഇറലവൻറ്റ് ഇൻഫർമേഷൻ കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം +1 എവിടെ പഠിച്ചത്, +2 എവിടെ പഠിച്ചത്, അതേപോലെ അച്ഛൻ്റെ അമ്മയുടെ പേരുണ്ടായിരിക്കാം. പിന്നെ അങ്ങനെ അത്ര നമ്മളുടെ ആ ജോഗ്രഫിയിൽ അല്ലെങ്കിൽ ആ ജോലിയിൽ ആ റെസ്യൂമേയിൽ ആ പൊസിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത കുറേ ഇൻഫർമേഷൻസ് അതിനകത്ത് കയറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പരമാവധി ഒഴിവാക്കിയാൽ സാധാരണഗതിയിൽ ഒരു ഫ്രഷർ CV ഒരു പേജിലോ 1.5 പേജിലോ ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ലെങ്ത് കൂടുകയും ചെയ്യും. അതാണ് ടു ലോങ് ആവാതിരിക്കുക, ടു ഷോർട്ടും ആവാതിരിക്കുക. CV ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. വളരെ കുറച്ചിട്ട് ഒന്നും എഴുതാത്ത പോലെ ആവരുത്, എന്നാൽ അത് ഒരുപാട് എഴുതി വെക്കുന്ന രൂപത്തിലും ആവാതിരിക്കുക. പിന്നെ ഫോക്കസിങ് ഓൺ ഡ്യൂട്ടീസ് വേഴ്സസ് അച്ചീവ്മെൻറ്റ്സ്. കഴിയുന്നതും അച്ചീവ്മെൻറ്റ്സിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, ഡ്യൂട്ടീസ് ഒഴിവാക്കിക്കൊണ്ട്. അതായത് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ CV കാണുമ്പം എന്താ പറയുക, ഒരു കമ്പനിയിൽ ഞാൻ ABCD കമ്പനിയിൽ ഇന്ന അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കുറേ ടാസ്കുകൾ അതിൽ എഴുതും. ഇതെല്ലാം നമ്മളെ ടാസ്കുകളാണ്. നമ്മളുടെ ലൈൻ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ലെവലിലുള്ള സീനിയർ ആയിട്ടുള്ള ആൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കുറേ ജോലികൾ നമ്മൾ ചെയ്തു. അപ്പോൾ അതിൽ അക്കൗണ്ട് റീകൺസീലിയേഷൻ ഉണ്ടാവും, ജനറേറ്റിംഗ് റിപ്പോർട്ട് ഉണ്ടാവും, MIS റിപ്പോർട്ട് എന്നാൽ വേറെ എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടാവും. പിന്നെ എന്താ പറയുക, പേയ്മെൻറ്റ് ഇഷ്യൂയിങ് പേയ്മെൻറ്റ് ചെക്സ്, ഫോളോ അപ്പ് ഓൺ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ടാസ്ക്കാണ്. ഇപ്പോൾ ടാസ്കിനേക്കാൾ പ്രധാനം എന്താ വെച്ചാൽ നമ്മളവിടെ എന്താ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ കുറേ കൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത്തരം റോഡ് ബ്ലോക്കുകളെ കുറിച്ചിട്ട് ഒന്നുകൂടെ വളരെ അവെയർ ആവുക. അത് പരമാവധി അല്ലെങ്കിൽ തീരെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക CV ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഇതൊരു CVയുടെ എക്സാമ്പിളാണ്. അപ്പം ഞാൻ ഈ കുറേ എറർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് കുറച്ച് മുന്നേ ഞങ്ങൾക്ക് വന്നൊരു CV ആണത്. ഇദ്ദേഹം ഞാനത് പിന്നെ അതിൻ്റെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, എഡ്യൂക്കേഷൻ മാസ്റ്റർ ഓഫ് കോമേഴ്സ് 2016 പിന്നെ MCOM കഴിഞ്ഞ ഒരാളാണ്. പുള്ളിയുടെ ഒബ്ജക്റ്റീവ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. നേരത്തെ പറഞ്ഞതാണ്, ടു വർക്ക് ഇൻ എ ഫേം വിത്ത് എ പ്രൊഫഷണൽ വർക്ക് ഡ്രിവൺ എൻവയറോൺമെൻറ്റ് വെർ ഐ ക്യാൻ യൂട്ടിലൈസ് ആൻഡ് അഡാപ്റ്റ് മൈ സ്കിൽ ആൻഡ് നോളജ്. പുള്ളിയുടെ നീഡാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി ആരാണെന്നോ പുള്ളി എന്താണ് ചെയ്തതെന്നോ പുള്ളിയുടെ അക്കോംപ്ലിഷ്മെൻറ്റ് എന്താണെന്നോ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് കമ്പനികൾ, 1, 2, 3 കമ്പനികളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളുടെ ഔട്ട്പുട്ടല്ല ആ ഒബ്ജക്റ്റീവിൽ വന്നിട്ടുള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി ഉണ്ടാക്കുമ്പം നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് എന്തറിയാമെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് എന്താണ്, ആ അർത്ഥത്തിൽ അതിനെ റിവൈസ് ചെയ്യണം എന്നുള്ളത്. ടൈപ്പോസ് പറഞ്ഞില്ലേ, കീ റോൾസ് എന്നുള്ളിടത്ത് നിങ്ങളൊന്ന് നോക്കി നോക്കൂ, ആ റോളിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ. അപ്പോൾ ഇത് പ്രൂഫ് റീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇനി പുള്ളിയുടെ സ്കില്ല് നോക്കി, ഇൻ്റർപേഴ്സണൽ സ്കിൽ മാത്രം എഴുതി വെച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു സ്കില്ലും അതിനകത്ത്, ആ ഡൊമൈൻ സ്പെഷ്യലൈസ്ഡ് സ്കില്ലുകളൊന്നും അതിനകത്ത് വന്നിട്ടില്ല.
ഇതെല്ലാം വളരെ ജനറൽ ആയിട്ടുള്ള സെൽഫ് മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ആൻഡ് ഡിറ്റർമൈൻഡ് എന്നൊക്കെയുള്ള സാധാരണ നമ്മൾ എഴുതി വെക്കാവുന്ന എന്താ പറയുക സോഫ്റ്റ് സ്കില്ലുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ പുള്ളി ഒരു ഫൈനാൻസ് എക്സ്പെർട്ടാണ്. ഇപ്പോൾ പുള്ളിക്ക് ബഡ്ജറ്റ് അനാലിസിസ് അറിയോ, IFRSനെ കുറിച്ചിട്ടുള്ള ബോധം അത്രത്തോളം ഉണ്ട്. അങ്ങനെ ആ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള സ്കില്ലുകളൊന്നും നോട്ട് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെ ആവരുത് ഒരു CV എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഞാൻ ഈ ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാൻ കാരണം. അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക CV ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇതൊക്കെ പ്രൂഫ് റീഡ് ചെയ്യണമെന്നും അറിയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഇനിയുള്ളത് നിങ്ങൾക്ക് റെസ്യൂമേയുടെ പിന്നെന്താ പറയുക AI ടൂളുകളാണ് ഇതൊക്കെ. ഈ ടൂളുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പലതരത്തിലും റെസ്യൂമേ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ATS കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൊഫഷണൽ സമ്മറീസ് കറക്റ്റ് ആണോ എന്നൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ആദ്യത്തെ കുറേ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കാം. പക്ഷേ പിന്നീട് നമ്മൾ വളരെ കൂടുതൽ സർവീസുകൾ ആവശ്യപ്പെടുമ്പം ചിലപ്പം പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഏതാണെന്നൊക്കെ നോക്കി ചെയ്യണം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. വെറും ഒരു AI ബിൽഡ് റെസ്യൂമേ ആയിട്ട് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആ റെസ്യൂമേയിൽ അബദ്ധങ്ങളില്ല എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഞാൻ ഇപ്പോൾ 2 ദിവസം മുന്നേ കേട്ടോ ഗൂഗിൾ സിഇഒയുടെ സുന്ദർ പിച്ചയുടെ ഒരു ആർട്ടിക്കിൾ എവിടെയോ കണ്ടിരുന്നു. അവരിനി ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഈ AI കണ്ടമാനം ആൾക്കാർ AI വെച്ചിട്ട് ചീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് AIനൊരു ടൂളായിട്ട് ഉപയോഗിക്കുക. ആ ടൂള് നമ്മളുടെ പ്രോസസ്സിനെ കുറച്ചും കൂടെ ഷോർട്ടൻ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി പിന്നെന്താ പറയുക എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരിക. ഇനി നമ്മൾ ഒരു തൊഴിൽ അന്വേഷിക്കുമ്പോൾ വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങനെ നമ്മളുടെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിസിബിൾ ആവുക എത്രത്തോളം നമ്മൾ വിസിബിൾ ആണോ അത്രത്തോളം മാർക്കറ്റിൽ നമ്മളെ കുറിച്ച് ആൾക്കാർക്ക് അറിയാം, നമ്മൾ ആൾക്കാരെ അപ്രോച്ച് ചെയ്യും. നമ്മൾ എത്ര കണ്ടന്റ് ഉണ്ടായിട്ടും നമ്മൾ വിസിബിൾ അല്ലെങ്കിൽ ആർക്കും നമ്മളെക്കുറിച്ച് അറിയില്ല. ഇൻഡസ്ട്രിക്ക് അറിയില്ല, പ്രൊഫഷണൽസിന് അറിയില്ല, റിക്രൂട്ടിംഗ് ഏജൻസീസിന് നമ്മളറിയില്ല, കമ്പനികൾക്ക് നമ്മളറിയില്ല. അപ്പോൾ നമ്മളെങ്ങനെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും? അപ്പോൾ വിസിബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള പിന്നെ ഡിജിറ്റലി ഏറ്റവും മികച്ചൊരു മാർഗം എന്ന് പറയുന്നത് നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ സെറ്റ് ചെയ്യുമ്പം നല്ലൊരു എന്താ പറയുക ആ പ്രൊഫൈലിനെ നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്തിട്ട് വളരെ കമ്പല്ലിംഗ് ആയിട്ടുള്ള അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈന് കൊടുക്കാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറി അതിനകത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളെ സ്കില്ലുകൾ, റീസെൻ്റ് എക്സ്പീരിയൻസ്, അതൊക്കെ റിക്രൂട്ടേഴ്സിനെ അല്ലെങ്കിൽ ഹയറിംഗ് മാനേജേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ നമ്മളുടെ പിയർ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ ലിങ്ക്ഡിനിലുള്ള ആൾക്കാരെ വെച്ചിട്ട് അവർക്ക് നമ്മളെ വാക്കിംഗ് വരുന്നില്ല, അവർക്ക് നമ്മളെ പിന്നെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റും. ഇയാൾ നല്ല ടീം പ്ലെയറാണ്, ഇയാൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്, ഇയാൾ നല്ല പ്രൊജക്ട് മാനേജറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ എൻഡോഴ്സ്മെൻ്റ് ഒക്കെ വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ പ്രൊഫൈൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം പ്രൊഫൈൽ നന്നായിട്ട് ഓപ്റ്റിമൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പറ്റാവുന്ന അത്ര ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുക. ലിങ്ക്ഡിൻ വഴി നമ്മളുടെ അലുമിനീസ് ഉണ്ടാവും, കോളേജിൽ പഠിച്ചിട്ടുള്ള കൊളീഗ്സ് ഉണ്ടാവും, ഇൻഡസ്ട്രി പ്രൊഫഷണലുകൾ ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ലുലു ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയിൽ നമ്മളൊരു ജോലി അന്വേഷിക്കണം, അല്ലെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ നോ യുവർ സെൽഫ് ആൻഡ് ഫൈൻഡ് യുവർ ഫിറ്റ് എന്നുള്ള സ്ലൈഡ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ ഏത് ഇൻഡസ്ട്രിയിലാണ് എനിക്ക് ജോലി വേണ്ടത്, എന്ത് ടൈറ്റിലാണ് എനിക്ക് ആവശ്യമുള്ളതെന്നൊക്കെ. അപ്പം അങ്ങനെ നമ്മൾ എഴുതി വെച്ച ലിസ്റ്റിൽ ഒന്നാണ് ലുലു ഇൻ്റർനാഷണൽ എന്ന് നമ്മൾ സങ്കല്പിക്കുക. അപ്പോൾ നേരെ പോയിട്ട് ലുലു ഇൻ്റർനാഷണൽ എന്ന് ലിങ്ക്ഡിനിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലുലുവിലുള്ള പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലുള്ള കുറേ ആൾക്കാരെ അതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതിലേതെങ്കിലും ആൾക്കാരുടെ പ്രൊഫൈല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളറിയുന്ന ആരെങ്കിലുമൊക്കെ അവരുടെ സെക്കൻഡ് കണക്ഷന്, തേർഡ് കണക്ഷനായിട്ടൊക്കെ എടുക്കുന്നുണ്ടാവും. നമ്മളുടെ റിലേറ്റീവ് ആയിരിക്കാം, നെയ്ബർ ആയിരിക്കാം, നമ്മളുടെ പിന്നെന്താ പറയുക ഫാക്കൽറ്റീസിൽ ആരെങ്കിലും ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മളുടെ വില്ലേജിൽ നിന്നുള്ള നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ അയാൾ വഴി നമുക്ക് എങ്ങനെ ഇയാളെ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ചിലപ്പോൾ ഒരു ഇൻവിറ്റേഷൻ അയക്കാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ വഴി നമ്മളെ CV അങ്ങോട്ട് എത്തിക്കാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ പുള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ നെറ്റ്വർക്കിനെ ലിങ്ക്ഡിനിലൊക്കെ പോയിട്ട് ഇങ്ങനെ അലുമിനി ആണെങ്കിലും അതല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്രൊഫഷണൽസിനൊക്കെ ആ അർത്ഥത്തിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലിങ്ക്ഡിൻ്റെ ജോബ് സെർച്ച് ടൂളുകൾ ഉപയോഗിക്കുക. പിന്നെ അതിന് ഫിൽറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ജോബാണ് എപ്പോൾ പോസ്റ്റ് ചെയ്തു എന്ന് എങ്ങനെ വന്നു എന്നൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിക്രൂട്ടേഴ്സിനും ഹയറിംഗ് മാനേജേഴ്സിനൊക്കെ പേഴ്സണലൈസ്ഡ് നോട്ടുകൾ കൊടുക്കാൻ പറ്റും.
പിന്നെ അവരുടെ കണക്ഷൻ വഴിയൊക്കെ നമുക്ക് ധാരാളം സാധ്യതകൾ ഉണ്ടാവാം. അവർ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആൾക്കാരൊക്കെ കുറേ വളരെ സോഷ്യലി കമ്മിറ്റഡ് ആണ്. ഒരു സോഷ്യൽ മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എല്ലാവർക്കും ഉള്ളതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യും ആൾക്കാർ. പിന്നെ ജോബുകളൊക്കെ സോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. നമുക്ക് പോസ്റ്റിംഗ് വഴി സോർട്ട് ചെയ്യാൻ പറ്റും, കീവേഡുകൾ വെച്ചിട്ട് നോക്കാൻ പറ്റും. ആ, അതുപോലെ തന്നെ നമ്മൾ ലിങ്ക്ഡിനിൽ എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും പോസ്റ്റുകളൊക്കെ ഇടുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മളുടെ പ്രൊഫൈൽ ഇങ്ങനെ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ പ്രൊഫൈൽ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുമ്പം നമ്മളുടെ വിസിബിലിറ്റി സ്വാഭാവികമായിട്ടും കൂടും, ധാരാളം ആൾക്കാർ അത് കാണുന്നുണ്ട്. ഹയറിംഗ് മാനേജേഴ്സ് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ നമ്മളുടെ വിസിബിലിറ്റി കൂട്ടാനായിട്ട് പരമാവധി ഉപയോഗിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഏകദേശം 69 മില്യൺ കമ്പനികൾ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ മിനിറ്റിലും 7 ആൾക്കാർ ലിങ്ക്ഡിൻ വഴി ഹയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പിന്നെ 17.5% ആൾക്കാർ റീസെൻ്റ്ലി ജോലി ചേഞ്ച് ചെയ്ത് 17.5% ആൾക്കാരും ലിങ്ക്ഡിനാണ് അതിനു വേണ്ടി ഉപയോഗിച്ചത് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. 95% റിക്രൂട്ടേഴ്സും റെഗുലറായിട്ട് ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ 72% റിക്രൂട്ടേഴ്സ് പറയുന്നത് ലിങ്ക്ഡിൻ വഴി ഹയർ ചെയ്തിട്ടുള്ള പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് ഓഫ് ഹയർ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അപ്പം ലിങ്ക്ഡിന് ഹയറിങ്ങിൽ വളരെ പ്രധാനമുണ്ട്. കമ്പനികൾ, ഹയറിംഗ് മാനേജേഴ്സ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സൊക്കെ വളരെ താല്പര്യത്തോടെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മളുടെ പ്രസൻസ് ഏറ്റവും ഭംഗിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. രണ്ടാമത് നമ്മളുടെ വിസിബിലിറ്റി കൂടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ചെയ്യണം. നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകൾ അറ്റൻഡ് ചെയ്യുക. അത് എക്സിബിഷൻ ആവാം, പിന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകളാവാം, കോൺഫറൻസുകളാവാം, ട്രെയിനിങ് ആയിരിക്കാം. എന്താണോ നമ്മളുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് അവിടെ പോയിട്ട് പരമാവധി ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പം എവിടെ പോയാലും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാനൊരു ഒരു 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 വിമുഖത ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു എക്സിബിഷന് പോയി നമ്മളുടെ 3, 4, 5 ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരോ ആരൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആ എക്സിബിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ 5 പേരും അവിടുന്ന് നമ്മളൊന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, 5 ആൾക്കാരും 5 വഴിക്ക് പോയിട്ട് പുതിയ കണക്ഷൻസ് ഉണ്ടാക്കുക. കാരണം നമ്മൾ 5 പേരും എന്നും കാണുന്നവരാണ്, എല്ലാ ദിവസവും ഒരുമിച്ച് ചായ കുടിക്കുന്നുണ്ടാവാം, എല്ലാ ദിവസവും വിശേഷങ്ങൾ പങ്കുവെക്കുന്നവരാവാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നടന്നിട്ട് അവിടെ ഒരുമിച്ച് നടന്നില്ലെങ്കിലും ഒന്നും സംഭവിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ അവിടുന്ന് വേറിട്ട് നടന്നു കഴിഞ്ഞാൽ പുതിയ 5 കണക്ഷൻസ് നമുക്ക് കിട്ടും, പുതിയ ആൾക്കാരെ കാണാൻ പറ്റും, പുതിയ പിന്നെന്താ പറയുക, ഇൻഡസ്ട്രിയെ കാണാൻ പറ്റും. ഇനി അതെല്ലാം 5 പേര് ഒരുമിച്ച് നടക്കുകയാണെങ്കിലും നിങ്ങൾ വ്യത്യസ്ത ആൾക്കാരെ പരിചയപ്പെടുന്നുണ്ടെന്നും അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക, ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, അവരെന്താ ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നൊക്കെ ആക്കുക. അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് തൊഴിൽ കിട്ടാൻ, ആ തൊഴിലിൽ മുകളിലോട്ട് പോകാൻ, നമ്മൾ ബിസിനസ് തുടങ്ങാൻ, ഉള്ള ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് ആണ്. ആ നെറ്റ്വർക്കിംഗ് ഏറ്റവും എഫക്റ്റീവായിട്ട് ആരുപയോഗിക്കുന്നോ അവർക്ക് അതിൻ്റെ സാധ്യതകളും ഉണ്ടാവും. അപ്പം നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറേ ആൾക്കാരെ കണക്ഷൻ, എനിക്ക് കുറേ ആൾക്കാരെ ബന്ധമുണ്ട്, ഞാൻ കുറേ ആൾക്കാരെ അറിയും എന്ന് പറയുന്നതല്ല നെറ്റ്വർക്കിംഗ്. എന്നെ ആർക്കൊക്കെ അറിയാം എന്നുള്ളതാണ്. എൻ്റെ പൊട്ടൻഷ്യൽ എത്ര ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, അവിടെയാണ് നെറ്റ്വർക്കിംഗ് സക്സസ് ആവുന്നത്. അതേപോലെ തന്നെ കുറേ ആൾക്കാരെ ഫോൺ നമ്പറും പേരും അല്ലെങ്കിൽ അവരുടെ ബിസിനസ് കാർഡൊക്കെ വീട്ടിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഓഫീസിൽ കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല. അവിടെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു ലാസ്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രോ ചെയ്ത് വരുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിലാണ് നെറ്റ്വർക്കിംഗ് സക്സസ്ഫുൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമുക്കറിയാത്ത എന്തൊക്കെയോ അറിയുന്ന ആൾക്കാരാണെന്നും നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്സ്, ഇൻസൈറ്റ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുമാണെന്നുള്ളൊരു തിരിച്ചറിവ് ഏത് നെറ്റ്വർക്കിംഗ് ഇവൻറ്റിന് പോകുമ്പോഴും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ മാത്രമല്ല, എല്ലാവർക്കും നമുക്കറിയാത്ത എന്തൊക്കെ അറിയാം, അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെയും പോകാതെ ഇരുന്നാൽ, നമ്മളിങ്ങനെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളുടെ എല്ലാ അവസരങ്ങളും പിന്നെ ലിമിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുന്നു, എത്രയും ആൾക്കാരെ കാണുന്നു, എത്രയും ആൾക്കാരായിട്ട് ഇടപഴകുന്നു, നമ്മളുടെ കരിയറാണെങ്കിലും മറ്റ് അവസരമാണെങ്കിലൊക്കെ അതൊക്കെ
സാധ്യതകൾ ഉള്ള ലോകത്തോട്ട് അല്ലെങ്കിൽ വിശാലമായ ഒരു ലോകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്ന് പറയുന്നത് നമ്മളുടെ നെറ്റ്വർക്കിംഗ് ആണ്. അതിൻ്റെ ഫൈനലി ഓർ അല്ലെങ്കിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, യുവർ നെറ്റ്വർക്ക് ക്രിയേറ്റ് യുവർ നെറ്റ്വർക്ക്. നമുക്ക് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു നെറ്റ്വർക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നെറ്റ്വർക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ അധികം ശ്രദ്ധിക്കുക. പിന്നെ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രൈമറി ആയിട്ട്. ഇത് ഒരുപാട് നെറ്റ്വർക്കിങ്ങിൽ അല്ലെങ്കിൽ നമ്മളുടെ വിസിബിലിറ്റി കൂട്ടാനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പരിമിതമായ സമയത്തിൻ്റെ പരിമിതികളുണ്ട്, അതിനകത്ത് പോകുന്നില്ല. ഇനി നമുക്ക് പിന്നെ എന്താ പറയുക, ഇൻ്റർവ്യൂ എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളതും കൂടെ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു Q&A സെഷനിലോട്ട് പോകാൻ പറ്റും, എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഉള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട്സ് യുവർ ബിഗ്ഗസ്റ്റ് വറി അബൌട്ട് യുവർ ഇൻ്റർവ്യൂസ്? നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു ബിഗ്ഗസ്റ്റ് വറി എന്താണ്? ആർക്കെങ്കിലും ആൻസർ ഉണ്ടോ? ആർക്കും ആൻസർ അല്ലേ? ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ വറി എന്താണെന്നുള്ളത്? റോങ് ആൻസേഴ്സ്. ഓക്കെ. ഫിയർ ഉണ്ട്. വെദർ ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ് വെൽ, വർക്ക്, അൺസർട്ടനിറ്റി, അഫ്രൈഡ് ടു സ്പീക്ക് അപ്പ്, ഡൗട്ട്, lack of confidence. Okay. Judging hiring managers. Yes. Very good. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. നിങ്ങളൊരു ഇൻ്റർവ്യൂവിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്താൽ ഇന്ന് കാലത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നടക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങളോട് പറയുന്ന വാക്ക് എന്തായിരിക്കും? നിങ്ങൾ നിങ്ങളോട് മന്ത്രിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും ഒരു ഇൻ്റർവ്യൂവിന് പുറപ്പെടുമ്പോൾ? I can do it. You can do it. Yes. Very good. Hope. Okay. You are good. Very good. ആ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത കുറച്ച് ആൻസേഴ്സ് ആണിത്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ യു ആർ നോട്ട് ഹിയർ ടു ബെഗ്, യു ആർ ഹിയർ ടു ഓഫർ ബ്രില്യൻസ്. ഇത് തന്നെ നമ്മളോട് പറയണം. നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു ജോലി വേണം, അല്ലെങ്കിൽ സാറേക്ക് ജോലി എങ്ങനെയും കിട്ടണം, അതല്ല പറയേണ്ടത്. നമ്മളുടെ ബ്രില്യൻസ് ആണ് ഓഫർ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ സ്കില്ലാണ്, പിന്നെ എന്താ പറയുക, നമ്മളുടെ നോളജാണ്, നമ്മളുടെ അച്ചീവ്മെൻറ്റ്സ് ആണ്, നമ്മളുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ആണ്, നമ്മളുടെ കോൺഫിഡൻസ് ആണ്. ആൻഡ് ദേ ആർ ലക്കി ടു മീറ്റ് യു. ലെറ്റ് ദം ഫൈൻഡ് ഔട്ട് വൈ. Or you have got the skills, now show them the spark. It's okay to be nervous, just be real. അല്ലെങ്കിൽ you are more than this moment, but this moment is yours. Stay calm and listen carefully. അപ്പോൾ നമ്മൾ ഏത് ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും പിന്നെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കുക. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുന്നതാണ്. നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നാട്ടുകാർക്ക് നമ്മളിൽ വിശ്വാസം ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടനായിട്ട് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ബിലീവ് ഇൻ അവർ സെൽഫ്സ് എന്നുള്ളതാണ്. ബിലീവ് ഇൻ യുവർ സെൽഫ്സ്. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടാവണം. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ നെർവസ് ആവോ, ഫിയർ ഉണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഉത്തരം പറയാമെന്നുള്ളതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കുറേ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കുകയും ആ കമ്പനിയെ കുറിച്ചിട്ട് പഠിച്ച് സംസാരിച്ച് ചിലതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടും പോകണം. നമ്മൾ വെറുതെ ഒരാൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രിപ്പറേഷനും നടത്താതെ കാലത്ത് എഴുന്നേറ്റ് പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളതിനെക്കുറിച്ച് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ നമ്മളുടെ ഫ്രണ്ടിനെ വെച്ചിട്ടൊരു മോക്ക് ഇൻ്റർവ്യൂ പോലെയൊക്കെ ചെയ്യണം. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഒരു ഹൗ യു ക്യാൻ പ്രസൻറ്റ് യുവർ സെൽഫ് ഇൻ 1 minute or 1.5 minutes അതിലെന്തൊക്കെ കൊണ്ടുവരണമെന്ന് പഠിക്കേണ്ടതുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് ഇൻ്റർവ്യൂവിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പം ആദ്യം വേണ്ടത് ഒന്ന് നമ്മൾ ആ റിസർച്ച് ദ കമ്പനി ആൻഡ് റോള്, ആ കമ്പനിയെ കുറിച്ചിട്ടും റിസർച്ച് നന്നായിട്ട് ചെയ്യുക. കമ്പനി എന്താണ് ചെയ്യുന്നത്, അവരുടെ മിഷൻ എന്താണ്, അവരുടെ വിഷൻ എന്താണ്, പിന്നെ അവരുടെ വാല്യൂ സിസ്റ്റം എങ്ങനെയാണ്, ഒരു റീസെൻറ്റ് എന്തെങ്കിലും ന്യൂസുകൾ അവരായിട്ട് വന്നിട്ടുണ്ടോ, അവരുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് എന്താണ്.
ആ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് കിട്ടിയ വിവരം വെച്ചിട്ട് പരമാവധി റിസർച്ച് ചെയ്തിട്ട് എന്തായിരിക്കും റോള്, ആ റോളിലോട്ട് നമ്മൾ എങ്ങനെ അലൈൻഡ് ആവാൻ പറ്റും, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോലിക്ക് അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ജോലിയിലോട്ട് നമ്മളുടെ എഡ്യൂക്കേഷനും നമ്മളുടെ സ്കില്ലും നോളജും കോമ്പിറ്റൻസീസും ഒക്കെ അലൈൻഡ് ആക്കാൻ പറ്റി കഴിയുമ്പോഴാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ രണ്ടും രണ്ട് തലത്തിൽ രണ്ടറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഈ സാധനം ബ്രിഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആണ് നമ്മൾ ഈ റോളിനെ കുറിച്ച് പഠിക്കുന്നത്, ആ റോളിന് ആവശ്യമുള്ള സ്കില്ലുകൾ നമ്മളെ കുറിച്ച് പഠിക്കുന്നത്. അപ്പം ഒരു മാർഗം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സാമ്പിള് അല്ലെങ്കിൽ ഇതിനെങ്ങനെ പരിശീലിക്കാന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ Naukri.gulf അല്ലെങ്കിൽ ഈ ലിങ്ക്ഡ് എന്താണ് നൗക്കറി ഗൾഫ് പോലെയുള്ള പിന്നെ ജോബ് അല്ലെങ്കിൽ റിക്രൂട്ടേഴ്സിൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങൾ നോക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം പോസ്റ്റിംഗ് അതിലുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പിന്നെ JD അവിടെ കൊടുത്തിട്ടുണ്ടാവും, ഇന്ന പോലെ ആയിരിക്കണം, ഇന്ന പോലെ ആയിരിക്കണം ഒക്കെ. അപ്പോൾ ഇതൊക്കെ പരമാവധി കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിലോട്ട് കൊണ്ടുവരിക. എങ്ങനെയാണ് ഈ ജോലിക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ സ്കില്ലുകൾ എൻ്റെ സ്കില്ലായിട്ട് ഇത് മാച്ച് ആവുന്നുണ്ടോ, അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് മാച്ച് ചെയ്തിട്ട് പറയാൻ പറ്റും, എങ്ങനെ അലൈൻഡ് ആക്കിയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പം അവിടെ തന്ന JD മാത്രമല്ല, അതുകൂടാതെ സിമിലർ പോസ്റ്റ് അല്ലെങ്കിൽ സിമിലർ ഇൻഡസ്ട്രിയിൽ ഉള്ള ഈ പിന്നെ മാച്ചിങ് ആയിട്ടുള്ള മറ്റ് JDകളെ കുറിച്ചിട്ടും പഠിക്കാൻ ശ്രമിക്കുക. അതിനാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ Indeed.comലോ അല്ലെങ്കിൽ Naukri ഗൾഫിലൊക്കെ പോയിട്ട് ആ JDസിനെ കുറിച്ചും പഠിക്കുക. അപ്പം രണ്ടിലും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഒരേ പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്, ആ കമ്പനി ചോദിച്ചത് ഇതാണ്, ഈ കമ്പനി ചോദിച്ചത് ഇതാണ്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ചിലത് ഉണ്ടാവില്ല, ചിലത് അധികമായിട്ടുണ്ടാവാം. അപ്പോൾ അതും കൂടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ ആ അർത്ഥത്തിൽ അതിനെ അലൈൻ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ആ റോളിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക, കമ്പനിയെ കുറിച്ചിട്ട് നമ്മളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു 1-1.5 മാസം മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്, ഞാനൊരാളൊരു ഇൻ്റർവ്യൂവിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അയാളോട് ആദ്യം ചോദിച്ച ചോദ്യം ടെൽ മീ അബൌട്ട് ദിസ് കമ്പനി എന്നാണ് അത്രേ. ഹയറിംഗ് മാനേജർ ചോദിച്ചത് ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം ആ കമ്പനിയെ കുറിച്ച് പറയാനാണ്. അപ്പോൾ പുള്ളി ആ അർത്ഥത്തിൽ അതിനെ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി അവിടെ സ്റ്റക്കായി പോയി. അതുകൊണ്ട് തന്നെ പിന്നെ വേണ്ടത്ര രീതിയിൽ ആ ഇൻ്റർവ്യൂ ഉദ്ദേശിച്ച രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മളുടെ സൈഡിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ആ അർത്ഥത്തിലൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി അതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾ റിസർച്ച് ചെയ്താലൊക്കെ കിട്ടും. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. ബിഹേവിയറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതിനെങ്ങനെയാണ് നിങ്ങൾ ഇന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് ചോദിക്കാൻ പറ്റും. ചോദിക്കും നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു. അപ്പം ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്, സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട് ഉള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. പിന്നെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഡയലോഗാണ്, മോണോലോഗല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട ഒരു കാര്യമാണെന്നും പിന്നെ നമുക്ക് ചുരുങ്ങിയതൊരു 3, 4, 5 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കാനുള്ള പ്രിപ്പറേഷനിലും പോവുക. കമ്പനിയെ കുറിച്ചിട്ടാവാം, റോളിനെ കുറിച്ചിട്ടാവാം, അതല്ലെങ്കിൽ നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ കുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും അങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള തയ്യാറെടുപ്പോട് കൂടി പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നല്ല ഇംപ്രഷൻ ഉണ്ടാക്കുക. പീപ്പിൾ വിൽ forget what you did, people will forget what you said, people will never forget how you made them feel എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊരു ഇംപ്രഷൻ ഒരു എവറി കോൺവെർസേഷൻ അല്ലെങ്കിൽ എവറി ഇൻട്രാക്ഷൻ ദാറ്റ് യു മേക്ക്, every dialogue that you present, make sure that you are leaving a lasting first impression. അപ്പോൾ നല്ലൊരു ഇംപ്രഷൻ അവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വിർച്വൽ ഇൻ്റർവ്യൂ ഒക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൗണ്ട് സിസ്റ്റം ഒക്കെ വളരെ ക്ലിയർ ആണെന്നും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ട്, നമ്മൾ വെൽ ഡ്രസ്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബിങ് ഇമേജസ് ഒന്നുമില്ല, ഡിസ്റ്റർബിങ് കാര്യങ്ങളായിട്ടില്ല, അല്ലെങ്കിൽ നോയ്സ് ഇല്ല എന്നൊക്കെ ഉറപ്പ് വരുത്തുക. അപ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള പ്രസൻറ്റേഷനാണ് വിർച്വൽ ഇൻ്റർവ്യൂ ആണെങ്കിൽ നിങ്ങളിരിക്കുന്ന അവിടുത്തെ അന്തരീക്ഷം, അതിൻ്റെ പിന്നെ അപ്പിയറൻസ് ഒക്കെ ഉറപ്പ് വരുത്തുക. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ക്യാമറയിൽ നോക്കി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാനുള്ള മെക്കാനിസങ്ങൾ നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, ആരെ ഫോളോ അപ്പ് ചെയ്യണം, എന്താണെന്നുള്ളതൊക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഫോളോ അപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും ഫോളോ അപ്പ് ചെയ്യാം. അതിനൊക്കെ അവസരങ്ങളുണ്ട്, അതിനുള്ള ചാനലുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഇമെയിൽ വഴിയോ ടെലിഫോൺ വഴിയോ ഒക്കെ അറിയാൻ പറ്റും. പിന്നെ
റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം 10 സ്ഥലത്ത് പോയി 4 സ്ഥലത്ത് പോയിട്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിനർത്ഥം നമ്മൾ മോശമാണെന്നൊന്നുമല്ല. പല കാരണങ്ങളാലായിരിക്കും റിജക്റ്റ് ചെയ്യപ്പെട്ടത്. ചിലപ്പം അവരുടെ ബഡ്ജറ്റിലോട്ട് നമ്മൾ സൂട്ടായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവരുടെ പോളിസിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ ആ ഹയറിങ് തൽക്കാലം ഹോൾഡ് ചെയ്യാൻ മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവാം, പല കാരണങ്ങളാവാം. അപ്പം റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ കോമൺ ആണെന്നും അത് നമ്മളെ അതുകൊണ്ട് നമ്മൾ ഡിപ്രഷനിലോട്ട് പോകാനോ ഡിപ്രസ്ഡ് ആവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിരാശയോ വിഷമത്തിലേക്കൊന്നും പോകേണ്ടതില്ല. നമ്മൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. നിങ്ങൾ നമ്മുടെ ഈ ഇന്റർവ്യൂവിലല്ല, പക്ഷേ അടുത്ത കാലത്തൊരു പിന്നെ ഏത് സ്കോളർഷിപ്പാണെന്ന് എനിക്ക് ഓർമ്മയില്ല, സ്കോളർഷിപ്പ് കിട്ടിയ ഒരു കുട്ടിയുടെ അത് നമ്മളെ സിജിയുടെ ഒക്കെ കരിയർ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ആ കുട്ടി 100-ലധികം പിന്നെ പ്രൊഫസേഴ്സിന് റിസർച്ചിന് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എത്രയോ യൂണിവേഴ്സിറ്റികളിലേക്ക് ആ കുട്ടി അതിന് വേണ്ടി അയച്ചിട്ട് നിരന്തരം അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആ കുട്ടിക്ക്, എനിക്ക് തോന്നുന്നു ഹാർവാർഡിൽ കിട്ടിയ കുട്ടിയാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം സാധ്യതകൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ തേടി വരുന്നതിൽ ഉറപ്പില്ല. നമ്മൾ പെട്ടെന്ന് കാണുന്ന റിജക്ഷനോ അല്ലെങ്കിൽ മറുപടിയൊന്നുമില്ല, അതിന് വിവരമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ നിരാശതയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. പിന്നെ 3 കാര്യങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒന്ന്, കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നല്ല ഐ കോൺടാക്റ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനൊക്കെ ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് മുഖത്ത് നോക്കാതെ ആൻസേഴ്സ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലൊരു ഐ കോൺടാക്റ്റ് എപ്പോഴും ബിൽഡ് ചെയ്യുക. നമ്മൾ ചെല്ലുമ്പോൾ ഗ്രീറ്റ് ചെയ്യണം. ആ ഗ്രീറ്റ് ചെയ്യുന്നതിൻ്റെ ആ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയ്ക്ക് ഹാൻഡ് ആണെങ്കിൽ ഷെയ്ക്ക് ഹാൻഡ്, മറ്റ് ഷെയ്ക്ക് ഹാൻഡ് അല്ലാത്ത രീതിയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഐ കോൺടാക്റ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ അവരെ കണക്ട് ചെയ്യണം. കോംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് വേറൊരു കാര്യമാണ്. നമ്മൾ താങ്ക് യു ഫോർ ഗിവിങ് മീ ദി ഓപ്പർച്യൂണിറ്റി. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരെ കമ്പനിയെ കുറിച്ചിട്ട് എന്തെങ്കിലും കോംപ്ലിമെൻ്റ് ചെയ്യാം. ഞാൻ കമ്പനിയെ കുറിച്ച് ഇന്നലെ ഒരു വാർത്ത കണ്ടുവെന്നോ, അല്ലെങ്കിൽ കമ്പനി ചിലപ്പോൾ ഫൈനാൻഷ്യലി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവാം, പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ചാൽ അത് കോംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ ആ കോംപ്ലിമെൻ്റ് ചെയ്യുക. ആൻഡ് ദെൻ ക്യൂരിയോസിറ്റിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂടുതൽ അറിയാനുള്ള നമ്മളുടെ ശ്രമം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആണ്. അതിനെ എൻഗേജിങ് കോൺവെർസേഷനാക്കി മാറ്റണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു എൻഗേജിങ് കോൺവെർസേഷനായിട്ട് ഇപ്പോൾ ടേൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ അത് വരും. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വളരെ നല്ല ഒരു ഇൻ്റർവ്യൂ പിന്നെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റണം. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, കുറേ കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളും കൂടി ശ്രമിക്കുക. അപ്പം വളരെ ചുരുങ്ങിയ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ച സമയത്ത് ഇങ്ങനെയാണ് ഈ സബ്ജക്റ്റിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലോട്ട് പോകാം. എന്തായാലും എല്ലാവരുടെയും സമയത്തിന് ഒരുപാട് നന്ദി. ഈ അവസരത്തിന് സിജിയുടെ ഇതിൻ്റെ പിന്നെ അണിയറയിലുള്ള എല്ലാവർക്കും പ്രത്യേകം നന്ദി. നമ്മൾ ചിലവഴിച്ച സമയവും പറഞ്ഞതും കേട്ടതുമെല്ലാം എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ തൊഴിലന്വേഷകർക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തൊഴിൽ തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. അതിനുള്ള എല്ലാ